ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. കോഫി ടോക്ക് വിത്ത് പി സി ടി എ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് സൈക്കോളജി അവർ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ സൺഡേ ആണെന്ന്. ഈ വർഷം ഇങ്ങനെ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറേ ഗോൾ സെറ്റിങ്ങും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനു മുമ്പ് നമ്മൾ നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു അത്യാവശ്യം കൂടിയാണ്. ഒരു റിഫ്ലക്ഷനും ആവശ്യമാണ്. ഈ റിഫ്ലക്ഷനിൽ നിന്നാണ് അടുത്ത വർഷത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണമെന്ന് ചിന്തിക്കാനുള്ളത്. സോ പുതുവർഷത്തിലേക്ക് റെഡിയായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായി നല്ല ലക്ഷ്യബോധത്തോടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വളരെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ പേര് തന്നെ അതാണ്, ന്യൂ ഇയർ വിത്ത് മൈൻഡ്ഫുൾനെസ്. നമുക്കറിയാം, നമ്മുടെ മാനസിക പക്വത അല്ലെങ്കിൽ ക്ഷമതയൊക്കെ ഉയർത്തി മുന്നോട്ട് പോകേണ്ട ഒരു അത്യാവശ്യമുള്ള ഒരു ജീവിത സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയെല്ലാം ശക്തമായ റെസലിയൻസ് പവറോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ടൂളാണ് മൈൻഡ്ഫുൾനെസ്. ആ ടൂള് എടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം സെഷനുകൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ തന്നെ ഒരു മൈൻഡ്ഫുൾനെസ് കോച്ച് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആന്റണി പുത്തമ്പരക്കൽ സാറാണ് ഇത് ക്ലാസ് എടുക്കുന്നത്. സാറ് നമ്മുടെ നാട്ടിലല്ല, സാറ് ഓസ്ട്രിയ വിയന്നയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ്സുകൾ വളരെ മനോഹരമായി വളരെ ക്രിയാത്മകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും മൈൻഡ്ഫുൾനെസ്സിനെ സംബന്ധിച്ചോളം നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത് എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ടൂള് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രമപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ടൂൾ നമുക്ക് ലഭിക്കും ആന്റണി സാറിൽ നിന്ന്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് രാജേന്ദ്രൻ സാറുണ്ട്, ഷീല മാമുണ്ട്, ഉഷാ മാമുണ്ട്, സലീം മാമുണ്ട്, ജോസഫ് ജോൺ സാറുണ്ട്. PCT-യുടെ കേന്ദ്ര ശ്രേണിയിലുള്ള എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം നമ്മുടെ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള PCT-യുടെയും അതുപോലെ തന്നെ പിങ്സിൻ്റെയൊക്കെ ശ്രോതാക്കളുമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഈ വർഷത്തിൻ്റെ അവസാനത്തിലെ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ആന്റണി പുത്തമ്പരക്കൽ സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. ഓക്കെ, നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. വാസ്തവത്തില് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒരാൾ ഈ ക്ലാസ് എടുക്കുകയും ഞാനൊരു കേൾവിക്കാരനായി ഇവിടെ ഇരിക്കുകയും ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഞാനിപ്പോൾ നേരെ മറിച്ചായി. ഇത് എത്രത്തോളം ഇത് യോജിച്ച ഒരു കാര്യമാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. എനിവേ സാറിനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ന്യൂ ഇയർ വിത്ത് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ, അതായത് ഞാനൊരു കേൾവിക്കാരനാകുന്നതായിരുന്നു കുറെ കൂടി നല്ലതെന്ന് ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾ വളരെയേറെ ഈ ഫീൽഡിൽ വളരെയേറെ പരിചയമുള്ളവരാണ്. അതോടൊപ്പം തന്നെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ കൗൺസിലിംഗ് നടത്തുന്നവരാണ്. ഇങ്ങനെ എല്ലാ വിധത്തിലും വളരെ വർഷങ്ങളോളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഇത് പറയുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഒരു ചെറിയൊരു ഭയമുണ്ട്. നിങ്ങൾ ഏത് തരത്തിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത്, ഇതിന്റെ പ്രസക്തി എന്തായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന രീതി. ഞാൻ സംശയത്തോടു കൂടിയാണ് പറഞ്ഞാലും പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് താനും. കാരണം നിങ്ങളെ വേറൊരു ആംഗിളിൽ നിന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്, അത് മനുഷ്യന്റെ ഒരു സാംസ്കാരികമായിട്ടും പാരമ്പര്യമായിട്ടും മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ് ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു സമയത്തിന്റെ പരിധിയെ അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ നമ്മൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഇല്ല ലോകത്ത്. കാരണം നിങ്ങൾക്കറിയാം, സമയം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷൻ ആണെന്നും ഈ യഥാർത്ഥ സമയം എന്ന് പറയുന്ന ഈ ഒരു മൊമെന്റ് ആണെന്നും നമുക്കറിയാം. കാരണം അതേസമയം നമുക്ക് മിനിറ്റുകൾ എന്താണ് മൊമെന്റ് ഉണ്ട്, മിനിറ്റുകളുണ്ട്, അത് കഴിഞ്ഞ് മണിക്കൂറുകളുണ്ട്, ദിവസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മറ്റൊരു പ്രത്യേകതയുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് റെസൊല്യൂഷൻസ്, പ്രതിജ്ഞകൾ എടുക്കും. ഞാൻ അടുത്ത വർഷം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തുമെന്നൊക്കെ ഉള്ളതുണ്ടാകും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രതിജ്ഞകൾ എടുക്കും. അതിന് 1-2 ആഴ്ചത്തെ കാലാവധിയേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകും. കാരണം നമുക്കത് നമുക്കത് നമ്മളെടുത്ത തീരുമാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയാതെ വരും. അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ബിഗിനിങ് എഗെയിൻ വിത്ത് അവയർനെസ്, ഇന്റൻഷൻ ആൻഡ് പ്രസൻസ്. ഇതാണ് ടോക്കിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം റെസൊല്യൂഷൻ ടു റിലേഷൻഷിപ്പ് ആണ്. അതായത് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു, അതേസമയം നമ്മൾ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നില്ല. അവനവനുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് അതേക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഭൂരിപക്ഷം ആളുകൾക്കും അറിഞ്ഞുകൂടാ. നമ്മൾ റെസൊല്യൂഷൻ എടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ കൗൺസിലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അറിയത്തില്ല എന്ന് ഞാൻ പറയല്ല. അതേസമയം നമ്മൾ എന്തുമാത്രം നമ്മളുടെ ഈ നെർവസ് സിസ്റ്റത്തെ പറ്റി, നമ്മളുടെ നാഡീയം ആയിട്ടുള്ള അതിൻ്റെ ആ കഴിവിനെ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് എന്തുമാത്രം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മളോട് തന്നെയുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ നമ്മളുടെ നാഡീയമായിട്ടുള്ള ആ വ്യവസ്ഥയെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ അനുസരിച്ചാണ് നമ്മളുടെ എല്ലാ തീരുമാനങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റെസൊല്യൂഷനിൽ നിന്ന് ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് വരാനാണ് സാബു സാറ് പറഞ്ഞ പോലെ. എൻ്റെ പേര് ആന്റണി പുത്തമ്പരിക്കൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ്. പല ആളുകളുമായിട്ട് പലരും ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ആയിട്ട് എനിക്ക് കോൺടാക്റ്റുകൾ ഉള്ളവരാണ്. ഓക്കെ, ദെൻ നമുക്ക് ആദ്യമായിട്ട് എടുക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രാധാന്യമുള്ളത് മനുഷ്യരെ സംബന്ധിച്ച്? ഒരു വശത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു അവസരമാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും 2000 എന്ന് പറയുന്ന ആ ഒരു വർഷത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെയുള്ള ഒരു ആഘോഷമായിരുന്നില്ല അന്ന്. കാരണം അന്ന് ഒരു മില്ലേനിയത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വളരെയേറെ ആഘോഷിച്ച ഒന്നാണ്. അപ്പൊ അത് അത്രയും പ്രാധാന്യം ഇല്ലെങ്കിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഓരോ വർഷവും നമ്മളിവിടെ ആഘോഷമാക്കുകയാണ്. ഒരു 40-50 വർഷം മുമ്പ് ന്യൂ ഇയർ എന്ന് പറയുന്നത് കേരളത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. ഇനി കൊച്ചിയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇടുക്കിക്കാരനായിരുന്നു. ഒരു റിമോട്ട് വില്ലേജ് എന്നുള്ള ആളാണ്. ഒരു പടക്കം പൊട്ടിയിലൊന്നും ഇല്ല. ഞങ്ങളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഈ ന്യൂ ഇയർ വരുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ കലണ്ടറിലുള്ള മാറ്റം അല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ കേരളത്തിലുണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട് ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഇമ്പൾസ് ആണ്. വാസ്തവത്തിൽ ന്യൂ ഇയർ എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ അറിയാത്തതും എന്നാൽ ഇത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഇമ്പൾസ് ആണ്. അതുപോലെ സാംസ്കാരികമായിട്ടും നമ്മളെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നു, ട്രഡീഷന്റെ ഭാഗമായി വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂ ഇയറിനെ ഈ രീതിയിൽ നമ്മൾ നോക്കിക്കാണുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രവേശന കവാടമാണ്. നമ്മൾ ഒരു വർഷം കഴിഞ്ഞു, 2025 കഴിഞ്ഞു, 2026 നമ്മൾ കടക്കുകയാണ്. അപ്പൊ മാനസികമായിട്ടൊക്കെ മനുഷ്യൻ ഒരുങ്ങുകയാണ്. ആ സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ടാർഗറ്റുകൾ വെക്കുന്നു, അല്ലെങ്കിൽ റെസൊല്യൂഷൻസ് എടുക്കുന്നു. വ്യക്തികളെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും പ്രതിജ്ഞകൾ എടുക്കുന്നു. കമ്പനികളാണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഈ ഡിസംബർ ആരംഭത്തോടു കൂടി തന്നെ അതിന് മുമ്പ് തന്നെ അവരൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് അടുത്ത വർഷം ഇത്രയും കോടി രൂപയുണ്ടാക്കണം, അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു. ഒരു പ്രവേശന കവാടമാണ്. എന്തോ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പുതിയതിലേക്ക് നടക്കുന്നു. സോ സംതിങ് കുഡ് ബി ഡിഫറെന്റ് എന്നുള്ള ഒരു ആശയത്തിലാണ് നമ്മൾ പോകുന്നത്. അതായത് ഇത് 25 അങ്ങോട്ട് കഴിയുകയാണ്, 2025 26 നമ്മൾ കയറുന്നു. ഇനി അടുത്ത 26 കഴിഞ്ഞ് 27 കയറുമ്പോഴും ഇതുപോലെയുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട് എന്നുള്ളതാണ്.
പക്ഷേ മൈൻഡ്ഫുൾനെസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മൈൻഡ്ഫുൾനെസ് ബിഗിൻസ് നോട്ടീസിങ് ദീസ് ഇമ്പൾസ്. നമുക്കുണ്ടാകുന്ന ഈ ഇമ്പൾസ് ഉണ്ടല്ലോ, അതായത് ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ആവേശം, ആ ഊർജം, അല്ലെങ്കിൽ ആ ത്വര, ഇതിനെക്കുറിച്ച് അതിനെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നിടത്തുനിന്നാണ് നമ്മളുടെ മൈൻഡ്ഫുൾനെസിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. നിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ എല്ലാവരും മൈൻഡ്ഫുൾനെസിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഒരു നോട്ടീസ് ചെയ്യാം എന്തുമാത്രം മനുഷ്യൻ ഇതിന് ഊർജം, നമ്മളുടെ മാനസികമായ ഊർജം, ശാരീരികമായ ഊർജം, അതുപോലെ പണം, ഇതെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉദിക്കുന്നുണ്ട്. ന്യൂ ഇയേഴ്സ് പ്രോബ്ലം എന്ന് പറയുന്നത് റെസൊല്യൂഷൻസിൻ്റെതാണെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും തന്നെ എടുക്കുന്നുണ്ടാകും, ഭൂരിപക്ഷം ആൾക്കാരും എടുക്കുന്നുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജനുവരി 16 എന്ന് പറയുന്ന ഒരു ദിവസം ലോകത്തെല്ലായിടത്തും ഈ ന്യൂ ഇയർ ആഘോഷമല്ല, ന്യൂ ഇയറിന്റെ റെസൊല്യൂഷനെ കുഴിച്ചു മൂടും. ഇപ്പം ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി. നമ്മളിത് ഇനി 2 ആഴ്ചയാണ് നമുക്കുള്ളത്. നമുക്കിതെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഹാബിറ്റുകളെ കുറിച്ച്, നമ്മളുടെ തീരുമാനങ്ങളെ കുറിച്ചെല്ലാം ഇത് പോകുന്നതിന് ഏകദേശം 1 ആഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തെ കാലാവധിയേ ഉള്ളൂ. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രതിജ്ഞകൾ എന്തുകൊണ്ടാണ് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പോകാത്തത്, ലൈഫ് ലോങ് ആയിട്ട് അത് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മൾ അറിയണം. ഇത് ഏറ്റവും ആദ്യത്തെ പ്രോബ്ലമാണ്. നമ്മളെപ്പോഴും അത് ഫെയിൽ ആകുന്നതിന്റെ കാരണം, നമ്മളുടെ റെസൊല്യൂഷൻസ് നമ്മൾ ഫെയിൽ ആകുന്നതിന്റെ കാരണം നമ്മൾ പുറത്തേക്കുള്ള ഒരു ഔട്ട്കമ്മിനെ കുറിച്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്നർ കണ്ടീഷൻസിനെ നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര മുൻഗണന കൊടുക്കാറില്ല, പരിഗണന കൊടുക്കാറില്ല. നമ്മൾ കൂടുതലായിട്ടും പുറമേ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറമേയുള്ള ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം നമ്മളുടെ പ്രതിജ്ഞകൾ നമുക്ക് പാലിക്കാൻ സാധിക്കാതെ പോകുന്നത്. പിന്നെ രണ്ടാമത്തേത് ഡ്രിവൺ ബൈ, അതായത് മറ്റുള്ളവരുടെ വിമർശനങ്ങളായിരിക്കും നമ്മളുടെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് പലപ്പോഴും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡ്രൈവാണ്, അല്ലെങ്കിൽ എർജൻസി, ഇത് മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ പുകവലിക്കരുത്, ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ക്രിറ്റിസിസമാണ്. അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്നവർ നമുക്ക് തരുന്ന അല്ലെങ്കിൽ പറയുന്ന കൂടുതലും വിമർശനമാണ്. ആ വിമർശനത്തെ നമ്മളൊന്ന് മറികടക്കാൻ വേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ഒരു ഊർജം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ആ നെർവസ് സിസ്റ്റത്തെ ഇഗ്നോർ ചെയ്യുന്നു. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് ഇപ്പൊ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് ക്ലാസിന്റെ അവസാനം അതേക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളുടെ നെർവസ് സിസ്റ്റം അറിയണം, മനസ്സല്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, എങ്കിലും ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സിന് പോകാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നവരായിരിക്കും. എന്തുകൊണ്ട് അവിടെ അത് ഫലം പ്രാപിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം നമ്മളുടെ മനസ്സിലേക്ക് ഒരു ഊർജം, അല്ലെങ്കിൽ ആശയം, ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു ഇമോഷൻ നമ്മൾ കടത്തിവിടുകയാണ്, അല്ലെങ്കിൽ വളരെ ശക്തിയായിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നെർവസ് സിസ്റ്റം അറിയുന്നില്ല. നെർവസ് സിസ്റ്റം അറിയാതെ പോകുന്ന കാരണം നമ്മളുടെ മുഴുവൻ ബിഹേവിയറിന്റെയും, നമ്മളുടെ പെരുമാറ്റങ്ങളുടെ എല്ലാത്തിൻ്റെയും കാതലായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമാണ്. ഈ നെർവസ് സിസ്റ്റം മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ കൊണ്ട് പടുത്തുയർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ നെർവസ് സിസ്റ്റം, എൻ്റെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളുടെ മാത്രമല്ല, അതിനു മുൻപുള്ള മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് മാനവരാശിയുടെ മുഴുവനുമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ മാതാപിതാക്കളുടേതാണ്. അത് ഞാൻ തന്നെ അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാനും അതിനെ മോഡിഫൈ ചെയ്ത് കാലങ്ങളായിട്ട് മാറ്റി എഴുതുന്നുണ്ട്. ഇത് അറിയുകയും ഈ നെർവസ് സിസ്റ്റം അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള നമ്മുടെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹാബിറ്റ് നമുക്ക് മാറ്റാനും, അല്ലെങ്കിൽ എന്തെങ്കിലും കാതലായിട്ടുള്ള ആന്തരികമായിട്ടുള്ള മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ പലപ്പോഴും ആളുകൾ പറയും ഇതൊക്കെ വിൽ പവറാണ്, അവൻ്റെ വിൽ പവർ കൊണ്ടാണ് ഇത് നേടിയതെന്ന് പറയും. അത്
വലിയ കാര്യമൊന്നും അല്ല വിൽ പവർ. ഇപ്പൊ അത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, അവർ നല്ല വിൽ പവർ ഉള്ളവനാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ നമ്മൾ നേടുന്നുണ്ടെന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. അതല്ല, അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് നമ്മളുടെ ഈ നെർവസ് സിസ്റ്റത്തോടുള്ള നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗമായിട്ടാണ് മനുഷ്യനിൽ കാതലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. മറ്റത് ഐ ഷുഡ് ബി ബെറ്റർ എന്നുള്ള ഒരു ഫ്രേസ് പറയുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നീ നന്നാവണം, അല്ലെങ്കിൽ ഞാൻ തന്നെ നന്നാവണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സസ്റ്റൈനബിൾ സ്റ്റാർട്ടിങ് പോയിന്റ്. അതല്ല. കാരണം പുറത്തുനിന്നുള്ള ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആന്തരികമായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാലും അത് പലപ്പോഴും ആശയങ്ങളെയും ആവേശങ്ങളെയും ഇമോഷൻസിനെയൊക്കെ ബേസ് ചെയ്താണ്. അങ്ങനെയല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. ഇനി മൈൻഡ്ഫുൾനെസ് ഈസ് എ ഡിഫറെന്റ് വേ. മൈൻഡ്ഫുൾനെസ് വഴി നമ്മൾക്ക് എങ്ങനെ ഇത് മാറ്റാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറൻസ് എന്താണ് ഈ റെസൊല്യൂഷൻസിന്റെയും അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെയും സ്റ്റാർട്ടിങ്ങിന്റെ ഒക്കെ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ഫിക്സിങ് നോട്ട് ടു ബി ബിഫ്രണ്ടിങ്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളോട് തന്നെ സൗഹൃദം പുലർത്തുന്നവരായിരിക്കണം. നമ്മൾ തന്നെ നമ്മളെ തന്നെ നമ്മളോട് കൂടി കൂടുതൽ എമ്പതിയും കമ്പാഷനും നമ്മളോട് തന്നെ വച്ചു പുലർത്തിയില്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. കാരണം ബാഹ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതലും ബാഹ്യമായിരിക്കും ആകാനാണ് സാധ്യത മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിനെ പറ്റി നമുക്ക് തന്നെ ചിന്തിച്ച് പ്രതിജ്ഞ എടുക്കാം. പക്ഷേ ദിസ് ഈസ് എ ടൈം ടു ബി ബിഫ്രണ്ടിങ് അവർ സെൽഫ് എന്നുള്ളതാണ്. ഓക്കെ, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ പേയിങ് അറ്റൻഷൻ ഓൺ പർപ്പസ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചല്ല, അപ്പോഴപ്പോൾ നമ്മൾക്ക് നിമിഷമുള്ള നമ്മുടെ അവയർനെസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും നമ്മൾ ആരായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല. നമ്മൾ ഓൾറെഡി സംതിങ് ആണ്, അല്ലെ? നമുക്കൊരു ഒരു ഒരു വ്യക്തിത്വമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു യുണീക്നെസ് ഉണ്ട്, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ, ഞാൻ ഇതിന് മുൻപ് മറ്റേ സാറിന്റെ മറ്റേ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഇല്യൂഷനിൽ ഒന്നാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ള നമ്മളുടെ ഇത്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാറാനുള്ള എൻ്റെ ശ്രമം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഹീറോയൊക്കെ നമ്മൾ എടുക്കും. കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും അവരൊക്കെ പറയും, എനിക്ക് എൻ്റെ മോഡൽ ആരാണ്, റോൾ മോഡൽ ആരാണ്, ഗാന്ധിയാണ്, അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയാണ്, അല്ലെ വേറെ ആരെങ്കിലെ കുറിച്ചൊക്കെ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ചില അധ്യാപകരും ചില ആളുകളൊക്കെ അവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അതാ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ വിട്ടിത്തരമാണ്. കാരണം നമുക്കെല്ലാം ഒരു ന്യൂറൽ സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിൽ. അതുപോലെ തന്നെ നമുക്ക് ന്യൂറൽ ഐഡന്റിറ്റി ഉണ്ട്. ഇതെല്ലാം വെച്ച് നമ്മളിങ്ങനെ വളരുകയാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു ദിവസത്തിൽ നിന്ന് മാറി മറ്റൊരു ദിവസത്തെ വേറൊരാളാകാമെന്ന് കരുതുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? എസ്പെഷ്യലി നമ്മളുടെ ന്യൂറൽ പാത്വേസ് മാറിപ്പോകുന്നു. ഇത് ദിവസേന മാറുന്നു, അല്ലെങ്കിൽ നിമിഷം മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ എവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നു. കാരണം ഈ ലക്ഷ്യം നമുക്കുണ്ട് എന്ന് വിചാരിക്കുക, എനിക്ക് ഇതുപോലെ ആകണമെന്ന് പറയുന്നെങ്കിലും, പക്ഷേ ജീവിതം ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അനുഭവങ്ങൾ വേറെ മാറി മാറി വരുന്നത് കൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ആവശ്യമില്ല. ഓക്കെ, ദെൻ നമ്മളോട് തന്നെ ആയിരിക്കണം നമ്മളുടെ ആദ്യത്തെ ആ ചേഞ്ചസിൻ്റെത്, അല്ലാതെ മറ്റൊന്നായിത്തീരുന്നതല്ല. നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മളുടെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ ആ ആദ്യത്തെ ചേഞ്ചിൻ്റെ ഇത്. ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്. നോട്ട് എ സെൽഫ് ഇംപ്രൂവ്മെന്റ്, സോറി, ഇറ്റ് ഇസ് നോട്ട് നമുക്ക് എന്തെങ്കിലും ആയിത്തീരണം അല്ലെ വളരാനുള്ളതല്ല, മറിച്ച് നമ്മളിൽ തന്നെ ഒരു ഹാർമണി കണ്ടെത്തുന്നതാണ്. മനസ്സിലായി? നമുക്ക് എന്തുണ്ടോ അത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മളിൽ തന്നെ ഒരു ഹാർമണി കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴിയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അല്ലാതെ സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഞാൻ കൂടുതൽ പഠിക്കുന്നു, കൂടുതൽ ശ്രദ്ധിക്കുന്നു, ഞാൻ ഇനി മദ്യപിക്കുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നുള്ളത്, ദാറ്റ്സ് നോട്ട്. ആ ഇംപ്രൂവ്മെന്റിനേക്കാൾ കൂടുതൽ നമ്മളുടെ സെൽഫ് അറ്റ്യൂൺമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് ഹാർമണിയാണ് ലക്ഷ്യം വെക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും നമുക്ക് സാധിക്കുകയുള്ളൂ. സോ ദാറ്റ് മീൻസ് ഫ്രം റെസൊല്യൂഷൻ ടു ഇന്റൻഷൻ. റെസൊല്യൂഷൻ, പ്രതിജ്ഞയിൽ നിന്ന് ഒരു ഉദ്ദേശത്തിലേക്ക് നമ്മൾ വരുന്നു. എന്താണ് റെസൊല്യൂഷനും ഇന്റൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇന്റൻഷൻ ഈസ് എ പ്രോസസ് ഫോക്കസ്ഡ് ആണ്, അതായത് ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് ഇന്ന കാര്യം ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, റിജിഡ് അല്ല. അത് സ്വയം വരുന്നതാണ്, വരുത്തേണ്ടതുമാണ്, അല്ലാതെ മറ്റുള്ളവരുടെ ഫോഴ്സ് കൊണ്ട് വരുത്തേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രോസസ് ഫോക്കസ്ഡ് ആണ്. ആ ചേഞ്ചസിന്റെ ആ പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ ആ പ്രക്രിയയുടെ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്, അതിന്റെ മോർ ഫ്ലെക്സിബിൾ ആണ്. അതേസമയം റെസൊല്യൂഷൻ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതിക്കൊള്ളൂ. ആ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഔട്ട്കം ഫോക്കസ്ഡ് ആണ്. ദാറ്റ് മീൻസ് അത് റിജിഡ് ആണ്. അതിന് എവിടെ നിന്നോ ഒരു ഫോഴ്സ് നമ്മളിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന രീതിയിലായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ആ റിജിഡ് ആയിട്ടുള്ള ആ ഒരു വേ ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. അടുത്തത് ഇന്റൻഷൻ എന്ന് പറയുന്നത് ബോഡി ഇൻഫോംഡ്. ഉദ്ദേശമുണ്ട്. ഞാൻ എൻ്റെ നെർവസ് സിസ്റ്റത്തോട് ഞാൻ പറയുകയാണ് എനിക്കും മാറണമെന്ന്. എൻ്റെ മനസ്സിൽ മാത്രമല്ല ഞാൻ വരുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും പറയും മനസ്സും എന്താണ്, നമ്മുടെ ബ്രെയിനും അല്ലെ ശരീരവും, മനസ്സ് ശരീരമാണ്, അല്ലെങ്കിൽ അതാണ്, അങ്ങനെയാണ്, അത് തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ശരീരം എന്ന് ഉദ്ദേശിച്ച് നമ്മളുടെ നെർവസ് സിസ്റ്റം, ഹോൾ നെർവസ് സിസ്റ്റം നമ്മൾ അറിയാതെ വന്നു കഴിഞ്ഞാൽ ഒരു തീരുമാനവും നടക്കില്ല. മനസ്സ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ദെൻ ബോഡി ഇൻഫോംഡ് ആൻഡ് പ്ലസ് ദാറ്റ് ഈസ് കമ്പാഷനേറ്റ്. നമുക്ക് നമ്മളോട് തന്നെ കമ്പാഷൻ ഉള്ളതായിരിക്കണം നമ്മളുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മൈൻഡ് ഡ്രിവൺ ആണ്. എന്തോ ഒരു ആശയം കേട്ടു, ഒരു ആവേശം വന്നു, ഒരു വികാരം കൊണ്ടു അതിനെ തന്നെ നമ്മൾ ചെയ്യുന്നു. കൂടുതൽ അത് സെൽഫ് പണിഷിങ്ങിന്റെയും കൂടി ഒരു ഭാഗമായിട്ട് വരും. അത് നടന്നില്ലെങ്കിൽ, ഞാനിപ്പം രാവിലെ എത്രയാണ് 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കും, ഒരു പ്രതിജ്ഞ എടുത്തു, അത് നടന്നില്ലെങ്കിലോ? കാരണം ബോഡിക്ക് സാധിക്കില്ല. അത് കുറെ ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും എന്തെങ്കിലുമൊക്കെ അതെന്താണ്, ഏതെങ്കിലും സെൽഫ് പണിഷ്മെന്റിന്റെ ഒരു ഇതിലേക്ക് പോകും. ഇന്റൻഷൻ ആസ്ക് ഹൗ ഡു ഐ വാണ്ട് ടു ലീവ് ദിസ് ഇയർ. നമുക്ക് ന്യൂ ഇയറിലേക്ക് വരുമ്പോഴേക്കും ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഗോൾ എന്താണെന്നുള്ളതല്ല, ജസ്റ്റ് സേ ഹൗ ഡു ഐ വാണ്ട് ടു ലീവ് ദിസ് ഇയർ. എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഇപ്പം നമ്മൾ പറയും, അവന് വലിയ ലക്ഷ്യമൊന്നുമില്ല, അവൻ ന്യൂ ഇയറിന് പ്രത്യേകിച്ച് റെസൊല്യൂഷനൊന്നും എടുത്തില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇനി അടുത്തതാ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ് ആണ്, ഒരു അവസ്ഥയാണ്. അത് നമ്മൾ അറിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്നവരോട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പറയുമ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. ഉദാഹരണം, എസ്പെഷ്യലി ഇന്റർ റിലേഷൻഷിപ്പ്, മാരീഡ് ലൈഫിലായിട്ടുള്ള കപ്പിൾസിന്റെ റിലേഷൻഷിപ്പിനെയൊക്കെ പറയുമ്പോഴും ആശയങ്ങളൊക്കെ കൊടുക്കുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തുമാത്രം അവെയർ ആണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പലരോട് സംസാരിക്കുമ്പോഴും അവർക്കറിയാം നമ്മളുടെ ആ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് യാതൊരു ബോധ്യവുമില്ല. അത് മാറ്റാത്തിടത്തോളം കാലം നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും, സജഷൻസ് പറഞ്ഞാലും, ഉപദേശം പറഞ്ഞാലും, ആരോടാണെങ്കിലും നടക്കുകയില്ല, മാറ്റങ്ങൾ വരികയില്ല. വൈ ചേഞ്ചസ് മസ്റ്റ് സ്റ്റാർട്ട് ഇൻ ദ ബോഡി എന്നുള്ളതാണ് ആദ്യത്തേത്. അതായത് നമ്മളുടെ ഒരു നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിന് ബോഡി അറിയണം. നമ്മളുടെ നെർവസ് സിസ്റ്റം, എല്ലാ നെർവസ് സിസ്റ്റങ്ങളും അറിഞ്ഞിരിക്കണം എന്താണ് പറയുന്നത് എന്നുള്ളത്. വി ഡോണ്ട് ലീവ് ഫ്രം ദി ഐഡിയാസ്. നമുക്കൊരിക്കലും ഐഡിയാസ് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അത് വളരെ സോളിഡ് ആയിട്ടുള്ളതാണ്. അതേസമയം മാറ്റാൻ നമുക്ക് സാധിക്കും. ബട്ട് ഫ്രം നെർവസ് സിസ്റ്റം സ്റ്റേറ്റ്സ്, അതായത് എന്താണ് നമ്മുടെ ആശയങ്ങൾ കൊണ്ട്, ഐഡിയ കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടത്. നേരെ മറിച്ച് നമ്മളുടെ ആ അവസ്ഥയിൽ, നെർവസ് സിസ്റ്റത്തിന്റെ അവസ്ഥയിലാണ്. മറ്റൊന്ന്, നമുക്കറിയാം നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോഴേതാണ് സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മുടെ അമിഗ്ഡാല അതുപോലെയുള്ള നമ്മുടെ ആ സ്ട്രെസ് സിസ്റ്റത്തിന്റെ അത് നാരോസ് പെർസെപ്ഷൻ ആൻഡ് ചോയ്സ്. ഏതെങ്കിലും ഇന്റൻഷൻ അല്ല, ഏതെങ്കിലും റെസൊല്യൂഷൻ എടുക്കുമ്പോഴും അവിടെയും നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കുന്നുണ്ടെങ്കിൽ അവിടെ പെർസെപ്ഷൻ ഉണ്ടാകാതെ ചോയ്സിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഞാൻ ചെയ്യാം. റെഗുലേഷൻ എക്സ്പാൻസ് കപ്പാസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇവിടെ ഇതിന്റെ അർത്ഥം റെഗുലേഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ, ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ റെഗുലേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻസ് കപ്പാസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. കൂടുതലായിട്ടുള്ള നമ്മുടെ ക്രിയാത്മകതയും അല്ലെങ്കിൽ നമ്മളുടെ പെർസെപ്ഷൻ കപ്പാസിറ്റി അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം അതിനെല്ലാം വളരാൻ അനുവദിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് റെഗുലേഷൻസ് ആണ്. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ, ഇമോഷണൽ സിസ്റ്റത്തിന്റെ റെഗുലേഷൻ ആണ്.
ഓക്കെ, ആദ്യം അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ നമ്മൾ സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മളുടെ ആ അവസ്ഥ ഏതെല്ലാം തരത്തിലുള്ളതാണെന്ന് ഓരോരുത്തരും കണ്ടുപിടിക്കണം. അത് യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. അത് വീണ്ടും അവരിലേക്ക് കൂടുതൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ. സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗുഡ് സ്റ്റേറ്റ് ആൻഡ് എ പുവർ സ്റ്റേറ്റ് എന്ന് പറയും, അതായത് ഡിപ്ലീറ്റഡ്. സെൽഫ് ഇംപ്രൂവ്മെന്റ് എപ്പോഴും സംഭവിക്കുന്നത് എ ഗുഡ് സ്റ്റേറ്റ് ആൻഡ് എ അതായത് ഗുഡ് സ്റ്റേറ്റ് ഉണ്ട്, ബാഡ് സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാനത് ഈ ഗുഡ് സ്റ്റേറ്റിന്റെ ഞാൻ പറയാം. ഗുഡ് സ്റ്റേറ്റിന്റെ ഒരു ഉദാഹരണമാണ് എന്താണ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഫസ്റ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ആവശ്യമുണ്ട്, സ്ട്രെസ് റെഗുലേഷൻ ആവശ്യമുണ്ട്, മെറ്റബോളിക് ഹെൽത്ത് ആവശ്യമുണ്ട്, സോഷ്യൽ കണക്ഷൻസ് ആവശ്യമുണ്ട്. ഇതൊരു സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗുഡ് സ്റ്റേറ്റിന്റെ ഒരു ഉദാഹരണമാണ്. നേരെ മറിച്ചായാലോ, ഡിപ്ലീറ്റഡ് ആയാലോ എന്ത് സംഭവിക്കുന്നു? ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഉറക്കം കുറയ്ക്കുന്നു, എന്നാലും നമ്മൾ അറിയുന്നില്ല നമ്മളുടെ ആ സ്ട്രെസ് റെഗുലേഷനെ പറ്റി, അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടുള്ള നമ്മുടെ ആ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മെറ്റബോളിക് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ കണക്ഷൻസിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെയെല്ലാം വന്ന് ഒരു ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. നമ്മൾ ഇവിടെയാണ്, ഈ ഡിപ്ലീറ്റഡ് സ്റ്റേറ്റിലാണ് നമ്മൾ 2025 26 ചില റെസൊല്യൂഷൻസ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ മാറുന്നില്ല. മൈൻഡ്ഫുൾനെസ് ഈസ് എ ഡിഫറെന്റ് വേ ടു ബിഗിൻ. അതായത് എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു ഡിഫറെന്റ് വേയിൽ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേഷൻ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്, സ്ട്രെസ് റിഡക്ഷൻ ആവശ്യമുണ്ട്, ക്ലാരിറ്റി, റിഫ്ലക്ഷൻ, ലോജിക്കൽ തിങ്കിങ്, ഇതെല്ലാം ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ അതിന്റെ ക്വാളിറ്റീസ് ആണെന്ന് നമുക്കറിയാം. അതേസമയം അമിഗ്ഡാല, ഈ ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആകുന്നു, അമിഗ്ഡാല കാംസ് ആകുന്നു, അല്ലെങ്കിൽ അതിന്റെ നമ്മളുടെ അമിഗ്ഡാലയുടെ ആ ഏരിയയിലുള്ള മസിൽസിന്റെ ശക്തി കുറയുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, ലോജിക്കൽ തിങ്കിങ്, കൂടുതൽ കാംനെസ് ഒക്കെ നമുക്ക് വരാൻ സാധിക്കും. അപ്പം ഇത് മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപ്പറ്റി അവെയർ അല്ലാതെ ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. സോ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഏതോ തരത്തിലുള്ള ഒരു മാജിക്കലാണ്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കാമായിട്ടിരിക്കാം, പെട്ടെന്ന് അങ്ങോട്ട് കാമാകാം എന്നുള്ള ഒരു മിത്ത് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് പെട്ടെന്ന് കാമാക്കുന്നതിനെ കുറിച്ചല്ല, കാമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു ടെക്നിക്ക് അല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്ര കാമാണെന്ന് വിചാരിച്ചാലും, എന്തുമാത്രം നമ്മൾ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ സെൻ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും എന്ത് സംഭവിക്കുന്നു? പിന്നെയും ചിന്തകൾ വരും. നമ്മളുടെ ഇമോഷൻസ് വിൽ റൈസ്, ലൈഫ് റിമെയിൻസ് അൺപ്രഡിക്റ്റബിൾ. ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ, നമുക്ക് പ്രതീക്ഷിക്കാത്ത, നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളായിരിക്കും നമുക്കുണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ വലിയ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കുമെന്നില്ല, അയാൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്നില്ല, അയാൾ എല്ലാവരും നന്നായിട്ട് നല്ല അഭിപ്രായത്തോടു കൂടി കൊണ്ടു നടക്കണമെന്നൊന്നുമില്ല. എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റതുപോലെ അവർക്ക് അപകടമൊന്നും ഉണ്ടാകുകയില്ല, ജീവിതത്തിൽ രോഗങ്ങളൊന്നും വരികയില്ല എന്നുള്ളതിനൊന്നും ഗ്യാരണ്ടി അല്ല ഇത്. സോ മൈൻഡ്ഫുൾനെസ് മീൻസ് സ്റ്റേയിങ് പ്രസന്റ് വിത്ത് വാട്ട് ഈസ്, നോട്ട് എസ്കേപ്പിംഗ് ഇറ്റ്. അതാണ് നമ്മളുടെ റെസൊല്യൂഷന്റെയും പുതിയ വത്സരത്തിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷയുടെ ഒക്കെ എന്താണ്? ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ബി ഹിയർ ആൻഡ് നൗ ഇൻ 2025. ഇനി 3 ദിവസമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു അതായിരിക്കുന്നതിൽ നിന്നല്ല, നമുക്ക് വി വാണ്ട് ടു ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കുള്ള ഒരു വലിയൊരു ലീപ്പാണ്. ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലീപ്പ്, ദാറ്റ് മീൻസ് ഇങ്ങനെ എടുത്ത് ചാട്ടം, വലിയൊരു തവളയൊക്കെ ചാട്ടുന്നതല്ലേ ഉള്ള വലിയ ഒരു വളരെ ആവേശത്തോട് അല്ലെങ്കിൽ വളരെ ശക്തിയോട് കൂടിയിട്ടുള്ള ലീപ്പിംഗ്. അതല്ല മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റേയിങ് പ്രസന്റ്, അക്സെപ്റ്റിംഗ് അവർ സെൽസ്, അക്സെപ്റ്റിംഗ് അവർ ഇമോഷൻസ്, ഫീലിങ്സ് ആൻഡ് സോ ഓൺ. സോ ബിഗിനിങ് അഗെയിൻ, ദാറ്റ് മീൻസ് പുതിയ വർഷം വരുന്നു, നമ്മൾ ബിഗിനിങ് മൈൻഡ്ഫുൾ അപ്രോച്ച് ടു ന്യൂ ഇയർ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആൻ ഇൻവിറ്റേഷൻ ടു അറൈവ് മോർ ഫുള്ളി ആസ് യു ആർ. ദിസ് ഇസ് സോ എ ന്യൂ ഇയർ ഈസ് ആൻ ഇൻവിറ്റേഷൻ. സോ ന്യൂ ഇയർ ഈസ് ആൻ ഇന്നർ ചെക്കിൻ. നമ്മളുടെ ആന്തരികമായിട്ടുള്ള ഒരു ചെക്കിനായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്
ന്യൂ ഇയർ എന്ന് പറയുന്നത്. സോ ബിഫോർ സെറ്റിംഗ് റെസൊല്യൂഷൻ ഓർ ഗോൾസ് വി പോസ് ടു ഇൻവേർട്ട്, നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞിട്ട് വിത്ത് കമ്പാഷൻ ആൻഡ് ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മൾ തന്നെ താൻ ചോദിക്കുക. എന്താണ് ചോദിക്കുന്നത്? ഹൗ ഐ ആം അറൈവിങ് ഇൻ ദീസ് ന്യൂ ഇയർ. ഞാനിപ്പം ഇപ്പം 3 ദിവസമല്ലേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു, നമ്മൾ ന്യൂ ഇയറിന്റെ ആ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മളുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളത്. നോട്ടീസ് യുവർ പ്രസന്റ് സ്റ്റേറ്റ്, യുവർ എനർജി, ഇമോഷൻസ് ആൻഡ് റെഡിനെസ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. അതായത് ഇപ്പൊ ഇതാണ്, ഞാൻ ഇനി മറ്റൊന്നായിത്തീരണം, വലിയൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതിനേക്കാൾ നല്ലത് ഞാനിപ്പോൾ എന്തായിരിക്കുന്നോ അതിനെ ഞാൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. മേ ബി യു ക്യാൻ ഒരു മിനിറ്റ് എടുക്കുക, സൈലൻസ്, ബ്രത്ത് അവയർനെസ്, ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്തെങ്കിലും ഒരു ഇതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. സോ വെടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം അടുത്ത വർഷത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് എന്തായിരിക്കണം, ഞാൻ എന്താണ് അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ വേർ ഐ എം ഗോയിങ് ടു അറൈവ്, ഞാൻ എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്തത് നമ്മൾ വാട്ട് ഐ എം ക്യാരിങ് ഫ്രം ദി ലാസ്റ്റ് വൺ. നമ്മൾ ഇവിടെയും ഒരു ഇതുണ്ട്, ഈ ക്യാരിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പുതിയതിലേക്ക് നമുക്ക് എടുത്തു ചാടുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്യാരി ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ല. ആണോ? അല്ല. ഭൂരിപക്ഷം ആളുകൾക്ക് ഇല്ല, നിങ്ങൾക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഭൂരിപക്ഷം ആളുകളും ആ ക്യാരി ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡിസംബർ 31 കഴിഞ്ഞു, ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് സാധാരണഗതിയിൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ ആഘോഷിക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു എനർജിയും ഇല്ല, ക്ഷീണം, ഭയങ്കര ബുദ്ധിമുട്ട്, ഇത് വേണ്ടായിരുന്നു എന്നുള്ള തോന്നലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ ഇത്രയും വേണ്ടായിരുന്നു എന്നുള്ള തോന്നലോടുകൂടിയാണ് പുതിയ ഇയർ, പുതുവർഷം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ഒരുപക്ഷെ ആ എനർജി വീണ്ടും എന്തുമാത്രം കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമ്മളുടെ ആ എക്സ്പീരിയൻസിനെ നമ്മൾ അക്നോളജ് ചെയ്യുക. നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മളുടെ സന്തോഷങ്ങൾ, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന വെല്ലുവിളികൾ, ഇതേക്കുറിച്ചെല്ലാം നമ്മൾ അവെയർ ആകുകയും ഇതൊക്കെ നമ്മൾ എന്തുമാത്രം ക്യാരി ഓവർ ചെയ്യുന്നുണ്ടെന്ന് കൂടി നമ്മൾ അറിയണം. നമ്മൾ ഒരു എന്താണ് എക്സ്റേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയല്ലേ. ഒരു ഡോറ് അല്ലെങ്കിൽ അതിൽ പോകുന്നു, അല്ലെ MRT ഇതുപോലെയുള്ളത് എടുത്ത് കഴിയുമ്പോഴും അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമ്മളെ കുറിച്ച് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബ്രെയിൻ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു ഇറങ്ങി വരുമ്പോഴും നമ്മൾ ആ പഴയ രീതിയിൽ തന്നെയല്ലേ വരുന്നത്, മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഇതുപോലെ നമ്മളുടെ വെല്ലുവിളികൾ ഇതേക്കുറിച്ചൊക്കെ നമ്മൾ അറിയുക. വാട്ട് ഈസ് ആസ്കിങ് ദി അറ്റൻഷൻ നോട്ട് ടു ചേഞ്ച്. അതായത് നമ്മളുടെ അറ്റൻഷൻ, അതായത് നമ്മൾ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവേശങ്ങളല്ല നമുക്ക് വേണ്ടത്. ഞാൻ അതായിത്തീരും ഇതായിത്തീരും എന്നുള്ള ആ ആവേശത്തെക്കാൾ കൂടുതൽ ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ആ അക്സെപ്റ്റൻസ്, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രാജുവലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾ ഓൺ എ സഡൻ പെട്ടെന്നുള്ളൊരു തീരുമാനമെടുത്ത് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ നിഷേധിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ദെൻ ലെറ്റിംഗ് ഗോ. നമ്മൾ ഈ 25-ലോ ഇല്ല 24-ലോ 23-ലോ ഒന്നും നമ്മൾ കൊണ്ടു നടന്ന കാര്യങ്ങളൊന്നും വിട്ടുകളയാൻ നമ്മൾ ഇത് തയ്യാറല്ല. പക്ഷെ നമുക്ക് പുതിയ വർഷങ്ങൾ വരുന്നുണ്ട്. വർഷങ്ങളുടെ കണക്കുകളല്ലാതെ വി ആർ നോട്ട് റെഡി ടു ലെറ്റിംഗ് ഗോ. അതായത് പഴയതൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. പുതിയ വർഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ഇതൊന്നും വരാറില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് നമുക്ക് പെട്ടെന്ന് മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കില്ല. അതാണ് നമ്മുടെ വേറൊന്ന്. ലെറ്റിംഗ് ഗോ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുക അങ്ങോട്ട് മായ്ച്ചു കളയുക, എറൈസിങ്. ഈവൻ നമ്മളുടെ ഹാർഡ് ഡിസ്കുകൾ പോലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് ഉണ്ടാകും. അത് പ്രത്യേക പ്രോഗ്രാം ഉപയോഗിച്ച്, ടെക്നിക്ക് ഉപയോഗിച്ച് വീണ്ടും അതെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതുണ്ട്. നമ്മൾ ഒരിക്കലും ആ ഡിലീറ്റ് അല്ല, വി ഹാവ് ടു ഡൈജസ്റ്റ് ഇറ്റ്, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, ഇന്റഗ്രേറ്റ് ഇറ്റ്, അറ്റ്യൂൺ ഇറ്റ്, റാദർ ദാൻ റിലീവിങ് ദി പെയിൻ. ആ പെയിൻ എപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ മറക്കാനല്ല, അതിനെ ഉപേക്ഷിക്കാനല്ല, അല്ലെങ്കിൽ തള്ളിക്കളയാനല്ല നോക്കണ്ടേ. ഇറ്റ് ഈസ് ദെയർ, ദാറ്റ് ഈസ് അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്. ലെറ്റിംഗ് ഗോ ബിഗിൻസ് വിത്ത് അക്നോളജിങ്. അതായത് നമ്മൾ പുതിയ ഇയറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ സമയത്ത് എന്ത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്? നമ്മൾ എന്തെങ്കിലും ഞാനിപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ഒരു ഉപദേശത്തിന്റെ രൂപത്തിൽ ചോദിക്കല്ല, ഞാൻ മൈൻഡ്ഫുൾനെസിന്റെ ആ ആസ്പെക്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്. ഈ തീരുമാനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ റെസൊല്യൂഷൻ എടുക്കുന്ന ആളുകൾ എന്തുമാത്രം പഴയ കാര്യങ്ങൾ
ലെറ്റിംഗ് ഗോ, എനിക്ക് ആവശ്യമില്ലാത്ത സംഗതികൾ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സാബ് സാറേ, ഇത് നീണ്ടു പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇല്ല സാറേ, കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഇല്ല. ഓക്കെ, ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നതിന്റെ അർത്ഥം വിട്ടുകളയുക എന്നുള്ളത് ഓഫൺ നെർവസ് സിസ്റ്റം, നമ്മുടെ മനസ്സിലല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തോട് നമ്മൾ ഇത് പറയണം, അല്ലെങ്കിൽ ആ നെർവസ് സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യണം. എങ്ങനെയാണ് അത് വിട്ടുകളയാൻ വേണ്ടി? നമുക്ക് ആവശ്യമില്ലാത്ത ചുമടുകൾ നമ്മൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളത്, അതിനെ ഇതാണ് നമ്മൾ നെർവസ് സിസ്റ്റത്തോടു കൂടി പറയണം, നെർവസ് സിസ്റ്റം കൂടി അറിയണം. അതുപോലെ തന്നെ ഇറ്റ് ഇസ് എ റിപ്പയർ, അതായത് നെർവസ് സിസ്റ്റം റിപ്പയർ ചെയ്യുകയാണ്. ഇറ്റ്സ് എ ജെന്റിൽ റെസ്റ്റോറേഷൻ ഓഫ് ബാലൻസ് ആൻഡ് ഈസ്. നമ്മളുടെ അതാണ് അത് 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 അതിനെക്കുറിച്ച് നമ്മൾ അവയർനെസ് ഉള്ളവരായിരിക്കണം. നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ നമ്മൾ അതും നമ്മളുടെ മനസ്സിൽ നിന്നോ മൈൻഡിൽ നിന്നോ പോകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ കൂടി അത് അത് ഇന്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ജെന്റിൽ റെസ്റ്റോറേഷൻ നടത്തണം. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് അൺറിയലിസ്റ്റിക്. 25 26 കയറുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാവുന്ന ഒന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. ഇത് ഇമ്പോസിബിൾ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ വെച്ച് പുലർത്തുന്ന നമ്മുടെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. അത് വേണം, ഇത് വേണം, ഇന്ന രീതിയിലാണെന്നൊക്കെയുള്ള നമ്മളുടെ പ്രതീക്ഷകൾ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചുമുള്ള നമ്മളുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് നമ്മൾ മാറ്റുവാൻ നമ്മൾ ശ്രമിക്കണം. ദെൻ ക്രോണിക് എർജൻസി, ഇപ്പൊ ചെയ്യണം, ഇപ്പൊ കിട്ടണം. അതാണ് നമ്മുടെ ഈ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ അതാണ് നമ്മൾ ഒരിക്കലും ഈ മൊമെന്റ് എന്ന് പറയുന്നത്, ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ച് അർജന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ ടോക്കിനെ കുറിച്ച് ഒരു ലേഖനം ഞാൻ എഴുതി ഏകദേശം തീർത്തിട്ടുണ്ട്. ഡിസംബർ 31 ഞാൻ അത് സാബു സാറിന് അയച്ചു കൊടുക്കാം. കാരണം എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് എനിക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് സാബു സാറിന് ഞാൻ അയച്ചു കൊടുക്കാം. ഇന്ന് പറയുന്ന ഇതിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അപ്പൊ നിങ്ങളത് ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. ഓക്കെ, ക്രോണിക് എർജൻസിയുടെ ഒരു ഭാഗമാണ് അത്. ദെൻ കോൺസ്റ്റന്റ് പ്രഷർ, ടൈമിനെ കുറിച്ചുള്ള നമ്മളുടെ ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്കുണ്ട്. മറ്റൊന്നുള്ളത് ദാറ്റ് എവറിഥിങ് മസ്റ്റ് ഹാപ്പൻ നൗ. ഇത് സമയത്തെക്കുറിച്ചുള്ള നമ്മളുടെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പം നടക്കണം, എനിക്ക് ജോലി ഇപ്പം വേണം, തലവേദന ഇപ്പം മാറി കിട്ടണം, അല്ലെങ്കിൽ അത് നടക്കണം, ഇത് നടക്കണം എന്നുള്ളത് നമ്മളുടെ എമർജൻസിയെ കുറിച്ചുള്ളതാണ്. ദെൻ അടുത്തത് ഹാർഷ് സെൽഫ് ടോക്ക്. നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലോ നമ്മൾ നോക്കുക. നമ്മളുടെ സെൽഫ് ക്രിട്ടിക് അല്ലെങ്കിൽ നമ്മളുടെ ഈ സെൽഫ് ചാറ്ററിങ് ഇത് നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ? 2025 കഴിഞ്ഞ് 26 പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ഇതൊന്നും ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യർക്ക് അത് സാധിക്കില്ല, ചിന്തിക്കുന്നില്ല അവര്. അപ്പൊ ഇതെല്ലാം പുറകെ ഉണ്ട്. ഈ ചുമട് എന്തുമാത്രം ഭാരമുള്ള ചുമടുണ്ടോ അത് മുഴുവനും നമ്മൾ ക്യാരി ഓൺ ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മളൊക്കെ ഒരു വലിയൊരു പുതിയ ഒരു ജന്മം കിട്ടിയതുപോലെ നമ്മൾ പ്രിട്ടൻഡ് ചെയ്യുകയും ചെയ്യും. ദ ക്രിട്ടിക്കൽ ഇന്നർ വോയിസ് ദാറ്റ് ജഡ്ജസ് റാദർ ദാൻ ഗൈഡ്സ്. മറ്റുള്ളവരെ കുറിച്ചും നമ്മളെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നില്ല. അടുത്തത് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്നതിന്റെ മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഭാഗമാണ് ദ ബിലീഫ് റെസ്റ്റ് മസ്റ്റ് ബി ഏൺഡ്. അതായത് നമ്മളുടെ നമ്മളുടെ ബിലീഫ് ദാറ്റ് റെസ്റ്റ് മസ്റ്റ് ബി ഏൺഡ്. ഇപ്പോൾ നമുക്കത് കിട്ടുന്നത് നമ്മളുടെ വിശ്വാസമല്ല, ചിന്തയെന്ന് നമുക്ക് പറയാം. അതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് നേടിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ദ നോഷൻ ദാറ്റ് വി മസ്റ്റ് പ്രൂവ് അവർ വർത്ത് ബിഫോർ വി ഡിസേർവ് കെയർ. അതായത് നമ്മളിപ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യണം, നമ്മൾ വലിയ ആളാണെന്നുള്ളതെല്ലാം നമുക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി. ബിഗിനിങ് ദി ഇയർ ഇൻ ദ ബോഡി, അതായത് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഇത് കൂട്ടിയാണ്. നമ്മളുടെ മൈൻഡ്ഫുൾ ആകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ചിന്തയിലല്ല, നമ്മളുടെ മനസ്സിലല്ല, ആവേശത്തിലല്ല, ഇമോഷൻസിനല്ല, ഇതിലൊന്നുമില്ലാതെ ബിഗിനിങ് ദി ഇയർ വിത്ത് ദി ബോഡി. അതാരും ഒരുപക്ഷെ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് അവെയർ അല്ല. എന്താണ് എംബോഡിഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു എംബോഡിഡ് ആയിട്ടുള്ള ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് വേണം. അവർ ബോഡീസ് ഹോൾഡ് വിസ്ഡം ദാറ്റ് അവർ മൈൻഡ്സ് ഓഫൺ ഓവർലുക്ക്. നമ്മൾ കാണാത്ത ഒരു കാര്യം
നമ്മുടെ ബോഡിയും നമ്മുടെ നെർവസ് സിസ്റ്റവും അതിനകത്തുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ മനസ്സിന്റെയും ഇതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ പുതിയ അറിവുകളെ കുറിച്ചാണ്. കണക്ട് ഇൻവേർഡ് വിത്ത് ജെന്റിൽ ക്വയറീസ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് ആകുമ്പോഴേക്കും നമുക്ക് ചെയ്യാവുന്നത് ജെന്റിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക നമ്മളോട് തന്നെ. എന്താണ് വേർ ഡു ഐ ഫീൽ ഈസ് ഇൻ ദീസ് മൊമെന്റ്. നമുക്കിപ്പോൾ പ്രായമായ കുറച്ച് എല്ലാവരും തന്നെ തീരെ കുഞ്ഞുങ്ങളല്ല. അപ്പം നമുക്ക് പ്രായം ആയതിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ മൊമെന്റിൽ നമ്മുടെ ബോഡിയെ കുറിച്ചുള്ള ഒരു ഫുൾ അവയർനെസ് നമുക്ക് ഉണ്ടാകണം. അതാണ് ബോഡി ഫുൾനെസ് എന്ന് പറയുന്നത്. എംബോഡീഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ബോഡി ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൈൻഡ്ഫുൾനെസ്സിൽ തന്നെ ഒരു ശാഖയുണ്ട്, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഇതുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഈ സാറിന്റെ അതിനകത്ത് എടുത്തായിരുന്നു, ബോഡി ഫുൾനെസ്സിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തായിരുന്നു. എനിവേ, where do you notice the tension and tightness? നമ്മൾ വേദനയെ കുറിച്ചൊക്കെ പരാതി പറയുമ്പോഴും നമ്മൾ ആ ബോഡിയെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. വാട്ട് ഡസ് യുവർ ബോഡി നീഡ് മോർ ഓഫ് ദീസ് ഇയർ? ഈ വർഷം നമ്മൾ ബോഡിക്ക് എന്താണ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് കൂടുതലായിട്ട് എന്താണ് ആവശ്യമുള്ളതിനെ കുറിച്ച് നമ്മൾ അവെയർ ആകുക. ചേഞ്ച് ദാറ്റ് ബൈപാസസ് ദ ബോഡി റെയർലി ലാസ്റ്റ്. അതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളുടെ ബോഡിയെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം നമ്മളുടെ ബോഡിയെ ഉൾപ്പെടുത്താതുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി നെർവസ് സിസ്റ്റത്തെ ഉൾപ്പെടുത്താത്തുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യല. ഷോർട്ട് ഗൈഡഡ് പ്രാക്ടീസ്. ഇനി പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് യുവർ സെൽഫ്. ഗ്രൗണ്ടിങ് എക്സസൈസ് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരും മൈൻഡ്ഫുൾനെസിന്റെ ആദ്യത്തിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരല്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ അതുകൊണ്ട് എന്താണ്, പ്ലേസ് യുവർ ഫീറ്റ് ഫേമിലി ഓൺ ദ ഫ്ലോർ ആൻഡ് ഫീൽ ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നമ്മളുടെ ഇതുണ്ടെങ്കിൽ, നമ്മുടെ കൈകളൊക്കെ ഇങ്ങനെ കസേരയുടെ ഇതുണ്ടെങ്കിൽ ഫീൽ ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പുറത്തേക്ക് നോക്കുക, പൂക്കളിൽ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള കാറ്റടിക്കുന്നത്, ഇലകൾ ചലിക്കുന്നത്, അല്ലെങ്കിൽ പക്ഷികളുടെ ചിലക്കൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു 1 minute or 5 minutes മൈൻഡ്ഫുൾനെസ് നമുക്ക് അല്ലെങ്കിൽ ആ അവെയർനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഈ 1 minute മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇസ് എ ബിഗ് ചേഞ്ച് ഇൻ അവർ ലൈഫ് എന്നാണ് പുതിയ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. നോട്ടീസ് ദാറ്റ്. രണ്ടാമത് ഫൈൻഡ് യുവർ ബ്രത്ത്. അതായത് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചുള്ള അവെയർനെസ് നമ്മൾ ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. ദെൻ കണക്ട് വിത്ത് യുവർ സെൻസേഷൻസ്. എന്തെല്ലാം ഉണ്ടാകും നമ്മുടെ ചെസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉദരത്തിൽ, അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, അല്ലെങ്കിൽ അതെന്താണ് ഉയരുന്നതും താഴുന്നതും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് ആ സെൻസേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുക. ദെൻ ആസ്ക് സോഫ്റ്റ്ലി, വാട്ട് ക്വാളിറ്റി ഡു ഐ വാണ്ട് ടു കൾട്ടിവേറ്റ് ദീസ് ഇയർ? നമുക്ക് പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന എന്ത് ക്വാളിറ്റിയാണ് ഞാൻ ഈ വർഷം ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലാതെ ഇന്നത് ഞാൻ ചെയ്യുമെന്നതിനേക്കാൾ അവർ ബോഡി സജസ്റ്റ് സംതിങ്. അതാണ് ബോഡി ഫുൾനെസിന്റെ അല്ലെങ്കിൽ ആ രീതി വരുന്നത്. നോ ഫിക്സിംഗ് റിക്വയർഡ്. ഇന്നത് ചെയ്യുമെന്നുള്ള ഉത്തരം പെട്ടെന്ന് കിട്ടണമെന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. നോ നീഡ് ടു ആൻസർ ക്വിക്ലി. ഓക്കെ, അതുപോലെ തന്നെ സിംപ്ലി അലൗ ദ ക്വസ്റ്റ്യൻ ടു സെറ്റിൽ. ഇതൊക്കെ നമുക്ക് ദിസ് ഈസ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പെട്ടെന്ന് ചോദിച്ച് ഉത്തരം കിട്ടി അതിനെല്ലാം പറയുക എന്നുള്ളതല്ല. സോറി. ഇനി നമ്മളുടെ മൈൻഡ്ഫുൾനെസ് ഇൻ ഡെയിലി ലൈഫ്, നമുക്ക് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വരും. ജസ്റ്റ് പ്രായോഗികമായിട്ട് പറഞ്ഞാൽ, ബിയോണ്ട് മെഡിറ്റേഷൻ ദ ന്യൂ ഇയർ ഹാപ്പൻസ് ഇൻ ഓർഡിനറി മൊമെന്റ്സ്. നമ്മൾ അങ്ങനെയാണ് ആ വർഷം ഇല്ലേ 23:59 കഴിഞ്ഞ് 2024 അല്ലെങ്കിൽ ആ ടൈം മാറുന്ന സമയമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, വിയന്ന, ലണ്ടൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മണിയടിക്കുന്നതും അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നതും കണ്ടിട്ടില്ലേ? നോ, ദിസ് ഇസ് നോട്ട്. ഞാൻ അതിനെതിരായിട്ട് പറയല്ല, ഞാൻ അതിനെ വിമർശിക്കുന്നൊന്നുമില്ല. അങ്ങനെ മനുഷ്യൻ ആഘോഷിക്കുന്നതിന് ഞാൻ എതിരായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ആൻ ഇല്യൂഷൻ ഓഫ് ടൈം. ദ ന്യൂ ഇയർ ഹാപ്പൻ. നമ്മൾ ഇന്നലെ 2025 ഡിസംബർ 31 രാത്രിയിൽ സംഭവിച്ചതുപോലെ തന്നെ ഓർഡിനറി മൊമെന്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് വീവ്സ് ഇൻ ടു ദി ഫാബ്രിക് ഓഫ് യുവർ എവറിഡേ എക്സ്പീരിയൻസസ്. അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒന്നും നമുക്ക് ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ
എന്താണ് ഇച്ചിരിയുടെ പ്രായം ചെല്ലുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള അല്പ ബോഡി പെയിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ധിവേദനകളോ അതൊക്കെ കൂടിക്കൂടി വരുന്നുണ്ടെന്നുള്ളതല്ലാതെ വലിയ വലിയ മാറ്റങ്ങളൊന്നും വരികയില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇൻ അവർ ഡെയിലി ലൈഫ് ഈസ് വാക്കിംഗ് മെഡിറ്റേഷൻ. നമ്മൾ നടന്നു പോകുന്ന അതിനെക്കുറിച്ച് നമുക്ക് പ്രായോഗികമായിട്ട് അറിയാം. നമ്മുടെ കാലുകൾ നമ്മളിങ്ങനെ ഈ കസേരയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മളുടെ അത് ഫീൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള സ്ലൈഡിൽ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാക്കിംഗ് മെഡിറ്റേഷൻ. ഫീൽ ഈച്ച് സ്റ്റെപ്പ് കണക്ടിങ് ടു ദി എർത്ത്. ആ ഭൂമിയിലേക്ക് നമ്മുടെ കാലുകൾ മാറുന്നത്, അല്ലെങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷൻ നിങ്ങൾക്കറിയാം, കാരണം നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നെക്കാൾ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈറ്റിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഓക്കെ, ആ ഭക്ഷണത്തിന്റെ എല്ലാ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിന്റെ രുചിയും ആ വ്യത്യാസങ്ങളെല്ലാം അനുഭവിക്കുക. ലിസണിങ്, മൈൻഡ്ഫുൾ ലിസണിങ് ആൻഡ് മൈൻഡ്ഫുൾ ടോക്കിംഗ്. മൈൻഡ്ഫുൾ ആയിട്ട് ലിസൺ ചെയ്യാനും സംസാരിക്കാനും മറ്റുള്ളവരോട് മൈൻഡ്ഫുൾ ആയിട്ട് ആൻസർ ചെയ്യാനുമുള്ള, വിത്തൗട്ട് പ്ലാനിങ് യുവർ റെസ്പോൺസ്. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് അതാണ് സാധാരണഗതിയിൽ നടക്കുന്നത്, അല്ലേ? എല്ലാവരും അങ്ങനെയാണ്. നമ്മളോട് ഒരാൾ പറയുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. ആ ആളെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല. അതിനുശേഷം അതിന് ഉത്തരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട്, അത് പ്രത്യേകിച്ച് ഈ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ, ഫാമിലി ലൈഫിൽ അങ്ങനെ ഉണ്ടായിരിക്കും, ഭാര്യയും ഭർത്താവും നിങ്ങളൊക്കെ ഫെമിലിയർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അത് കേട്ടിട്ട് പറയുന്നതിന് പകരം ഉത്തരം തുടങ്ങിക്കഴിഞ്ഞു. അതാണ് പ്രശ്നം ഇരിക്കുന്നത്. ദെൻ പോസിങ് ബിഫോർ റെസ്പോണ്ടിങ്. ഒരു കാര്യം എന്താണ്, ക്രിയേറ്റ് എ സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റിയാക്ഷൻ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ കേട്ടു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം അതിന്റെ ഡിഫറൻസ്, അതായത് റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്നുള്ള അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്കറിയാമല്ലോ. ദറ്റ് മീൻസ് ചിലപ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലും അതിനു വേണ്ടിയിട്ടുള്ള അല്പസമയം ചിന്തിക്കുക. എസ്പെഷ്യലി മൈൻഡ്ഫുൾ ലിസണിങ് ആൻഡ് സ്പീക്കിങ്ങിനകത്ത്. നോട്ടീസിങ് ട്രാൻസിഷൻസ്, മാർക്ക് ദി മൊമെന്റ്സ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് വിത്ത് അവയർനെസ്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസിന് ഇടയ്ക്ക് നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക, അതേക്കുറിച്ച് അവെയർ ആകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ദെൻ മൈൻഡ്ഫുൾനെസ് ആൻഡ് റിലേഷൻഷിപ്സ്. ഓക്കെ, നമ്മളുടെ ബന്ധങ്ങളിൽ പുതിയ വർഷത്തിൽ ഇതേക്കുറിച്ച് ആരും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പലപ്പോഴും ആരുടെയും ചോദിക്കും, ഇതൊന്നും ഇല്ല. ഇതെല്ലാം നമുക്ക് വേറെ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാട്ട് അബൌട്ട് അവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്? അതായത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ നമുക്ക് അതേക്കുറിച്ച്. ഹൗ വി ബിഗിൻ അവർ ന്യൂ ഇയർ വിത്ത് ദി മാറ്റേഴ്സ്. അതായത് വി ഡീപ്ലി ഇന്റർ കണക്റ്റഡ്. അതായത് നമ്മൾ ഇന്റർ കണക്റ്റഡ് ആണ്. മനുഷ്യനും മൃഗങ്ങളും എല്ലാവരും അതെ. ഈ ലോകം മനുഷ്യർ മാത്രമല്ല നമ്മൾ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മളുടെ മൃഗങ്ങൾ, ഈ പ്രകൃതി, ഒരു മരങ്ങൾ, ഈ ജീവനുള്ളതും ഇല്ലാത്ത എല്ലാത്തിനോടും നമ്മൾ ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ആ സൈക്കിളിൽ നമ്മളും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഉള്ളത് എന്താണ്, നമ്മൾ പലപ്പോഴും പറയുമ്പോൾ വിചാരിക്കും നമ്മളുടെ കുടുംബത്തിൽ, ഫാമിലിയിൽ, അല്ലെങ്കിൽ ബന്ധുക്കളിൽ, അല്ലെങ്കിൽ മനുഷ്യരിലൊക്കെ ആയിരിക്കും നമ്മളുടെ ഇന്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നോ. പ്രകൃതിയിലുള്ള നമ്മുടെ ഇതെന്താണ്, ഇൻവോൾവ്മെന്റ് എന്താണ്, ഞാനും അതിന്റെ ഒരു ഭാഗമാണ്. അവരെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് വനങ്ങളെ, മൃഗങ്ങളെ, പക്ഷികളെ, നമ്മുടെ തോടുകളെ, ഇതെല്ലാം പുഴകളെയൊക്കെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പോയി ഔട്ടായി. ഇപ്പം അതിനുശേഷം നമ്മൾ ഒരു പുതിയ റെസൊല്യൂഷൻ എടുത്തിട്ട് യാതൊരു ഉപകാരവുമില്ല. അവർ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എക്സ്റ്റെൻസ് ബിയോണ്ട് അവേഴ്സെൽസ് ടു ദി റിലേഷണൽ ഫീൽഡ്. അതായത് ഈ ഫീൽഡിൽ നമ്മൾ ആ റിലേഷൻസ് ഫീൽഡ് ഉണ്ട്. റിലേഷൻഷിപ്പ് ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ മൈൻഡ്ഫുൾ പേരന്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം, അതായത് നമ്മളുടെ നെർവസ് സിസ്റ്റം വികസിക്കുന്നത് അല്ലെങ്കിൽ വളരുന്നത് ഒരു ചൈൽഡിൽ ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ നമ്മൾ ആരും കാണുന്നില്ല. ഞാൻ ഷീല ടീച്ചറിനെയും രാജേന്ദ്ര സാറിനെയും മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിലേക്കുള്ള നമ്മളുടെ ആ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ ആ നെർവസ് സിസ്റ്റം തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ അങ്ങനെയാണ്, കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. ബേബിമാരുണ്ടായി കഴിയുമ്പോഴേക്കും അവരുടെ ആ ഇതുണ്ടല്ലോ അല്ലെങ്കിൽ വാക്കുകളിൽ നിന്നോ മറ്റു കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് മുൻപ് അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ നമ്മൾ കയ്യിലെടുക്കണ്ട. നമ്മൾ ഒരു കുഞ്ഞ് ഉറങ്ങുമ്പോൾ പോലും ആ ചുറ്റുപാടുകളിൽ നിന്ന് അവർക്ക് ആ സെൻസേഷൻസ് കിട്ടുന്നുണ്ട്. അവരുടെ നെർവസ് സിസ്റ്റത്തെ അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊടുകയോ
എടുത്തോ ഇല്ലെങ്കിൽ പോലും ആ കുഞ്ഞ് അറിയുന്നുണ്ട്. ഇനി തൊടുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ആരാണ് എന്താണെന്ന് ആ കുഞ്ഞിന് അറിയുന്നുണ്ട്. അതിന്റെ ഫീലിങ്സ് ഉണ്ട്. ഒരു ലിപ്റ്റൺ എന്നാണ് അദ്ദേഹത്തിന്റെ ഫാമിലി നെയിം. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, വി കോ റെഗുലേറ്റ് ഈച്ച് അതർ. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവർ നെർവസ് സിസ്റ്റം ഇൻഫ്ലുവൻസ് ദോസ് അറൗണ്ട് അസ് എപ്പോഴും ഉണ്ട്. അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു. നമ്മളൊരു കാര്യത്തിന് ഇല്ല, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇന്ത്യയിലെ ഇതനുസരിച്ച് ഉദ്യോഗ മേധാവിത്വം കൂടുതലുണ്ട്, അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ഇതിലേക്ക് ചെല്ലുമ്പോൾ ശരിയാകില്ല. ഒന്ന് പോയി നോക്കാം, ഇയാളെ ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചാണ് നമ്മൾ കയറി ചെല്ലുന്നതെങ്കിൽ മിക്കവാറും അവിടെ നടക്കുകയില്ല. അതേസമയം നമ്മളുടെ ബോഡിയെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ നമ്മളൊന്ന് മാറ്റി ഒന്ന് റീറൈറ്റ് ചെയ്ത് ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കടുവ ചിലപ്പം നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ റിലേഷൻഷിപ്പിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ. ഓക്കെ, ദെൻ അടുത്തത് അവർ പ്രസൻസ് അഫക്ട്സ് അതേഴ്സ്. നമ്മളുടെ പ്രസൻസ് ഉണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഈവൻ ഒരു പരിപാടിക്ക് പോയാൽ, കല്യാണത്തിന് പോയാൽ, മറ്റേതെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ ഇഷ്ടമില്ലാത്ത ആളെ കാണുമ്പോഴേക്കും നമുക്കൊരു ഇതുണ്ടാകും, അല്ലേ? അവർക്കും അത് ഫീൽ ചെയ്യും. നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും, പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതെല്ലാം പരസ്പരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ പ്രസൻസ്, അതായത് നെർവസ് സിസ്റ്റം അവരറിയുന്നുണ്ട്. കാം പ്രസൻസ് ഇൻവൈറ്റ്സ് കാം. ആങ്സൈറ്റി ക്യാൻ സ്പ്രെഡ് ആങ്സൈറ്റി, ഓർ ഹേറ്റഡ് ക്യാൻ സ്പ്രെഡ് ആങ്സൈറ്റി, അല്ലെങ്കിൽ ഹേറ്റഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. റിപ്പയർ മാറ്റേഴ്സ് മോർ ദാൻ പെർഫെക്ഷൻ. അതായത് പെർഫെക്ഷനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ റിപ്പയർ, അല്ലെങ്കിൽ സ്ലോ റെസ്റ്റോറേഷൻ, അത് വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മളുടെ ആത്യന്തികമായിട്ട് നമ്മുടെ റെസീലിയൻസിനെ ബാധിക്കും, അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് ഉയർത്തും. എ മൈൻഡ്ഫുൾ ഇയർ ഈസ് എ റിലേഷണൽ ഇയർ, ഓണറിങ് ബോത്ത് സോളിറ്റ്യൂഡ് ആൻഡ് കണക്ഷൻ. നമ്മളുടെ ഒരു നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളും ആഘോഷങ്ങളും, അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചും മറ്റുമുള്ള നമ്മുടെ നേട്ടങ്ങളെ കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ സ്വപ്നം കാണുകയും നമ്മളുടെ നെർവസ് സിസ്റ്റത്തോട് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതൊക്കെയാണ് സോളിറ്റ്യൂഡ്. അതുപോലെ തന്നെ കണക്ഷൻസ് വിത്ത് അവർ സെൽസ്. കുറച്ചൊക്കെ സമയം കാണുക, കണ്ടെത്തുക. മറ്റുള്ളവരോടുള്ള കണക്ഷനെ കുറിച്ച് അത് കുറവാണെന്നല്ല ഞാൻ പറയുന്നത്. സോ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ ദെൻ അടുത്തത്, വെൻ ദ ഡിഫിക്കൽറ്റീസ് കംസ്. പുതിയ വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു, ന്യൂ ഇയറിൽ തന്നെ ഇപ്പൊ 2 പ്രാവശ്യമെങ്കിലും ഉണ്ട്. വർഷം ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അന്ന് കർണാടകയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ന്യൂ ഇയർ. അത് ദാറ്റ് മേ ബി 77 or 78. അശോക ജെറ്റ് ബോംബെയിൽ നിന്ന് ന്യൂ ഇയറിന് ഉയർന്നിട്ട് നേരെ താഴോട്ട് വന്നു. കഴിഞ്ഞ ഈ അടുത്ത വാളിൽ അങ്ങനെ എന്തോ ഒരു ന്യൂ ഇയറിന് അങ്ങനെ ഒരു വിമാനാപകടം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ്, അല്ലേ? ന്യൂ ഇയർ ആണ്, ആഘോഷിച്ച് വലിയ കാര്യമായിട്ടൊക്കെ നമ്മൾ കരുതുമ്പോഴും ലൈഫ് ഈസ് ഡിഫറെന്റ്. കാരണം എന്ത് വേണമെങ്കിലും പറയാം. മൈൻഡ്ഫുൾനെസ് ഈസ് ഫോർ ദി ഹാർഡ് ഡേയ്സ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഈ ന്യൂ ഇയർ വലിയ പ്രതീക്ഷയോടുകൂടി 26-നെ വരവേറ്റിട്ട് അന്ന് തന്നെ ആയിരിക്കും ചിലപ്പം പെട്ടെന്ന് നെഞ്ചിന് വേദന വന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വരുമായിരിക്കും. ന്യൂ ഇയറിന് കിട്ടി എന്ന് പറയല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ മാറിപ്പോ. സോ അത് ശാരീരികമാകാം, മാനസികമാകാം, എന്തെങ്കിലും ആഘാതങ്ങളാകാം. വെൻ ഇമോഷൻസ് ഫീൽ ഓവർവെൽമിങ്, ഗ്രൗണ്ട് യുവർസെൽഫ് വിത്ത് വാട്ട് റിമെയിൻസ് റാദർ ദാൻ വാട്ട് ഈസ് ലോസ്റ്റ്. നമുക്ക് ഉള്ളതിനെ കുറിച്ചാണ്, അങ്ങനെയുള്ള ഒരു ഇതിനെ കുറിച്ച്, അതായത് വാട്ട് റിമെയിൻസ് അസ്, അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള അവയർനെസ് നൽകുക. സ്റ്റേ പ്രസന്റ്, ബ്രീത്ത് ആൻഡ് റെസ്പോണ്ട്. That is one thing. Then practice returning to ourselves. അതായത് നമ്മൾ തന്നെ റിട്ടേൺ ചെയ്യുന്നുള്ളതാണ്. ദിസ് ഈസ് ദി ഹാർട്ട് ഓഫ് മൈൻഡ്ഫുൾനെസ്. ദാറ്റ് മീൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി, നമുക്ക് വിഷമമുണ്ടായി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ചിന്ത വന്നു, അതിൽ നിന്നെല്ലാം we are always returning to our home. Our home is our body, our nervous system എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ആൻഡ് വി ബിഗിൻ അഗെയിൻ. ഇതാണ് നമ്മൾ എത്രയോ വർഷങ്ങൾ, ഇപ്പം 50, 50, 60, 70 വയസ്സ് പ്രായമുള്ള നമ്മളൊക്കെ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ എത്രയോ പ്രാവശ്യം ഇങ്ങനെ ബിഗിൻ ആൻഡ് റിട്ടേൺ ഇങ്ങനെ നമ്മൾ വന്നിട്ടുണ്ടോ വർഷങ്ങളുടെ കണക്കെടുത്താൽ? becomes aware that you are distracted or overwhelmed. That means noticing one thing and then gently return it, and then name it.
Name it. That's I am angry, or I feel anger, or I am frustrated, disappointed, അല്ലെങ്കിൽ ഐ ഫീൽ പെയിൻ ഇൻ മൈ ബോഡി. ഇതൊക്കെ ഉള്ളത് വിത്തൗട്ട് ജഡ്ജ്മെന്റോട് കൂടി എന്ത് ചെയ്യണം? നെയിം ഇറ്റ്. നെയിം ഇറ്റ് ആൻഡ് നെയിം ഇറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിത്ത് കമ്പാഷൻ. കമ്പാഷനോട് കൂടി നമ്മൾ അതിനെ സ്വീകരിക്കുക. ദെൻ റിട്ടേൺ, കം ബാക്ക് ടു ദി പ്രസന്റ് മൊമെന്റ്, ടു യുവർ ബ്രത്ത്, ടു നൗ. ഈ മൊമെന്റിലേക്ക് തിരിച്ചു വരിക. ഇതൊക്കെയാണ് നമുക്ക് ന്യൂ ഇയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ദെൻ പ്രാക്ടീസ് ദി റിട്ടേണിങ്. എങ്ങനെയാണ്? എവറി മോർണിംഗ് ഈസ് എ ന്യൂ ഇയർ. എവറി മോർണിംഗ് ഈസ് എ ന്യൂ ഇയർ. അതായത് നമ്മൾ ഓരോ മോർണിംഗ് എന്ന് പറയുന്ന ഒരു പുതുജന്മമാണ്, അല്ലെങ്കിൽ പുതിയ ഇയർ ആയിട്ട് നമ്മൾ കാണുക. എവറി ബ്രത്ത് ഈസ് എ റീസെറ്റ്. റീസെറ്റിംഗ് ദ ഹോൾ ബോഡി, മൈൻഡ്, ബ്രെയിൻ, വാട്ട് എവർ, ദി നെർവസ് സിസ്റ്റം. മൈൻഡ്ഫുൾനെസ് വെൽക്കംസ് every moment. So welcome every moment with mindfulness. Welcomes repetition without shame. Mindfulness welcomes, അതായത് വിത്തൗട്ട് എനി ഷെയിം. റെപ്പറ്റീഷൻ ആണ്. ബോറടിക്കാതെ നമ്മൾ അത് ചെയ്യുക. ഷെയിം. There is no failure, only return. There is nobody is failing actually, only return. Okay, thank you for attending, for being with me, and now you can ask me. സാറേ, മെഡിറ്റേഷൻ കൂടെ ചെയ്തിട്ട് ചെയ്യും. മെഡിറ്റേഷൻ കൂടെ ചെയ്തിട്ട്. Okay, 1 second, yeah. ഒരു സെക്കൻഡ് കേട്ടോ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. സോറി. സംസാരം ഇത് കേൾക്കാമോ എന്ന് പറയണേ. ഓക്കെ ഓക്കെ സാർ, കേൾക്കാം. ഓക്കെ ഓക്കെ, now we start now. Okay, so 20 മിനിറ്റ് ഉണ്ടാകും മെഡിറ്റേഷൻ. ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഈ ഇടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഈ നിമിഷത്തിൽ, വർത്തമാനകാലത്തിൽ ഇതിൻ്റെ
എല്ലാ സുഖദുഃഖങ്ങളോടും കൂടി നമുക്കിവിടെ ആയിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ധ്യാനം ആരംഭിക്കാം. അഥവാ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നില്ലെങ്കിൽ കണ്ണുകൾ പതുക്കെ തുറന്നു വയ്ക്കാം. ഒരു മൃദുവായ നോട്ടം. നിങ്ങൾ ഇരിക്കുന്ന ചുറ്റുപാടുകളെ കുറിച്ച്, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം വഹിക്കുന്ന കസേര അല്ലെങ്കിൽ നിലം, നിങ്ങളുടെ പാദങ്ങളെ പിന്തുണയ്ക്കുന്ന തറ, എല്ലാം ഇതിനെക്കുറിച്ചും അവബോധമുള്ളവരാകുക. യാതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഈ നിമിഷത്തെക്കുറിച്ച് ഒരു സംശുദ്ധമായ അവബോധം എടുക്കുക. അതേക്കുറിച്ചുള്ള അവബോധം നമ്മൾ സ്വീകരിക്കുക. നമ്മളുടെ ശരീരത്തെക്കുറിച്ചുമുള്ള അവബോധം നമുക്ക് എടുക്കാം. വളരെ സാവധാനത്തിൽ ശാന്തമായി നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഒരു നിർബന്ധമായിട്ടല്ല, ശ്വാസം വരികയും പോവുകയും ചെയ്യുന്നത് അനുഭവിച്ചറിയുക. നിങ്ങളുടെ ശ്വാസം ചിലപ്പോൾ ആഴത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആഴം കുറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ എയറിന് ചൂടോ തണുപ്പോ ആയിരിക്കാം. എന്തായാലും അതിനെ സ്വീകരിക്കുക. ശ്വാസോച്ഛ്വാസത്തിന്റെ ഒരു താളലയത്തിൽ നിങ്ങൾ ലയിക്കുന്നു. ഈ സമയം നിങ്ങളുടെ മനസ്സ് അലഞ്ഞു തിരിയുകയാണെങ്കിൽ അത് എവിടേക്ക് പോയി എന്ന് സൗമ്യമായി ശ്രദ്ധിക്കുക. നിങ്ങളോട് തന്നെ കോപമോ വിഷമോ തോന്നാതെ ശാന്തമായി ശ്വാസോച്ഛ്വാസത്തിന്റെ സംവേദനങ്ങളിലേക്ക് മടങ്ങി വരിക. ഈ നിശബ്ദ നിമിഷത്തിൽ ശാന്തമായി നിങ്ങളോട് തന്നെ ഇപ്രകാരം ചോദിക്കുക: ഈ പുതുവർഷത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കേണ്ട. നിങ്ങളുടെ ശരീരത്തിലെ സംവേദനങ്ങളും മനസ്സിലെ വികാരങ്ങളും
അല്ലെങ്കിൽ മാനസികാവസ്ഥ മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വലതു കൈ നിങ്ങളുടെ നെഞ്ചിൽ മെല്ലെ വയ്ക്കുക. സാവധാനം ഒരു ശ്വാസം എടുക്കുക. സാവധാനം നിശ്വസിക്കുകയും ചെയ്യുക. ഈ വർഷം ഞാൻ എന്താണ് നേടേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം വ്യത്യസ്തമായ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ വർഷം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എന്ത് ഗുണം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു? ഒരുപക്ഷെ അത് ദയയായിരിക്കാം, അല്ലെങ്കിൽ സ്ഥിരത, അല്ലെങ്കിൽ ധൈര്യം, അതുമല്ലെങ്കിൽ കൂടുതൽ മനസ്സിനും ശരീരത്തിനും വിശ്രമം. നിങ്ങൾ അല്പസമയം നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പിന്തുണയില്ലാതെ സ്വാഭാവികമായി ഒരു ഉത്തരം കടന്നു വരുവാൻ കാത്തിരിക്കുക, അതുപോലെ അനുവദിക്കുക. ശാന്തമായി ശ്രദ്ധിക്കുക. വീണ്ടും ശാന്തമായി ശ്വസിക്കുകയും വായു ഉള്ളിലേക്ക് എടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. നിങ്ങൾ ഈ നിമിഷം സന്തുഷ്ടരാണ്. ഈ നിമിഷത്തിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. ഈ നിമിഷം ശാന്തമാണ്. ഈ നിമിഷം സൗഖ്യമേകുന്നതാണ്. ശാരീരികവും മാനസികവുമായ വിശ്രമത്തിന് നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുക.
നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ അവയെക്കുറിച്ചും അവബോധമുള്ളവരാവുക. അതിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവേദനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അവയെയും ശ്രദ്ധിക്കുക. ഒന്നിനെക്കുറിച്ചും വിധിയുള്ളവരാകരുത്. സാവധാനം എല്ലാം സ്വീകരിക്കുക. വീണ്ടും നമുക്ക് നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മടങ്ങി വരാം. ഇനി ഒരു പ്രാവശ്യം വളരെ ആഴത്തിൽ ഒരു ശ്വാസം എടുക്കുവാനും അതുപോലെ തന്നെ ശാന്തമായി സമയമെടുത്ത് നിശ്വസിക്കുവാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വിശ്രമം നിങ്ങൾ അറിയുക. ഇനി നമ്മളുടെ മനസ്സിനെ നമുക്ക് നിരീക്ഷിക്കാം. കഴിഞ്ഞ വർഷം 2025 നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കുവാൻ കഴിയുമോ? മനഃപൂർവ്വമല്ല, എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷയായിരിക്കും, അല്ലെങ്കിൽ നിരാശയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഒരു കഥയായിരിക്കാം. എന്തെങ്കിലും ആകട്ടെ, ശ്രദ്ധിക്കുക. നിങ്ങൾ നിരീക്ഷിക്കുകയാണ് അതിനെ. നിങ്ങൾ അനുഭവിക്കുകയല്ല, നിങ്ങൾ നിരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്ന നിങ്ങളെ ഒരുപക്ഷെ ഏറ്റവും സ്വാധീനിച്ച ആ ഓർമ്മ, സന്തോഷം അല്ലെങ്കിൽ ദുഃഖം, നിരാശ, കോപം, എന്തെങ്കിലും ആകട്ടെ, അതവിടെ ഉണ്ടെന്ന് സമ്മതിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും
ആ ഒരു ചിന്ത നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിച്ചോ? ഏതെങ്കിലും സംവേദനം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അതിന് സൃഷ്ടിക്കാൻ സാധിച്ചുവോ എന്ന് ശ്രദ്ധിക്കുക. സാവധാനം ശ്വാസനിശ്വാസങ്ങളിലേക്ക് കടന്ന് അതേക്കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ആവശ്യമാണ്. ഒരിക്കൽ കൂടി ആഴത്തിൽ ഒരു ശ്വാസോച്ഛ്വാസം എടുത്ത് സാവധാനം നിശ്വസിക്കുക. നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും മടങ്ങിവരാം. ശാന്തമായി ശ്വാസമെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെ കുറിച്ചുള്ള അവബോധം വീണ്ടെടുക്കുക. പൂർണ്ണമായും സൗമ്യമായി ശ്വസിക്കുക. സാവധാനം പൂർണ്ണമായും ശ്വസിക്കുക. ഈ ശ്വാസം ഒരു തുടക്കമാണ്. അടുത്ത ശ്വാസവും അങ്ങനെ തന്നെ. ഓരോ വർഷവും ഓരോ തുടക്കമാണ്. അടുത്ത വർഷവും അങ്ങനെ തന്നെ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള തലത്തിൽ ചിന്തിക്കുമ്പോൾ പുതിയ ഒരു ആ, വർഷത്തിലേക്ക് പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു സെഷൻ. സാർ പറഞ്ഞ പോലെ എവരി മോർണിംഗ് ഈസ് എ ന്യൂ ഇയർ, എവരി ബ്രീത്ത് ഈസ് ഫോർ റീസൺ. അപ്പോൾ ഈ രണ്ട് തരം. പിന്നെ സാറ് പറഞ്ഞ പോലെ ലെറ്റിംഗ് ഗോ, നമ്മുടെ പാസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, അൺറിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്ടേഷൻസ് ഇല്ലാതാക്കുക. 4 പ്രധാനപ്പെട്ട റൂൾസ് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് പറഞ്ഞു. ഗ്രൗണ്ട് യുവർ സെൽഫ്, ഫൈൻഡ് യുവർ ബ്രെത്ത്, കണക്ട് വിത്ത് സെൻസേഷൻസ്, ആസ്ക് സോഫ്റ്റ്ലി യുവർ സെൽഫ്. ഒരു എംബോഡീഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ആശയം, സെൻസേഷനെ കൃത്യമായിട്ട് അറിയുക. നമ്മൾ പറഞ്ഞു ഇന്നർ വോയിസ് അല്ലെങ്കിൽ സെൽഫ് ടോക്കിൻ്റെ ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയുടെ സെൻസേഷൻസ് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുന്ന രീതി. സോ തീർച്ചയായിട്ടും വളരെ മനോഹരമായി. PCTA ഭാഗമായിട്ട് നടത്തിയ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള നന്ദി പറയാൻ PCTA വൈസ് പ്രസിഡൻറ്റും ആലപ്പുഴ കോർഡിനേറ്ററും കൂടിയായ രാജേന്ദ്രൻ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. രാജേന്ദ്രൻ സാർ, യു ആർ വെൽക്കം. അൺമ്യൂട്ട് ചെയ്തു. മ്യൂട്ടാകുന്നില്ല, ഒരു സെക്കൻഡ്. ഓക്കെ. PCTA നടത്തിവരുന്ന ഈ പ്രോഗ്രാമിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം.
പ്രത്യേകിച്ചും ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടറും ഇതിനെ നിയന്ത്രിച്ചൊക്കെ കൊണ്ടുപോകുന്ന സാബു സാറിന് ആദ്യമേ തന്നെ എല്ലാവരുടെ പേരിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ആന്റണി പുത്തുപ്പുരക്കൽ സാറ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ മുഴുവൻ സമയം ഇരുന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായത്. സാർ ഇന്നിവിടെ എടുത്ത വിഷയം ന്യൂ ഇയർ വിത്ത് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു നൂതനമായ ചില ആശയങ്ങളെല്ലാം കോർത്തിണക്കി അവതരിപ്പിച്ച ക്ലാസ് ഏറ്റവും നന്നായിരുന്നു. ന്യൂ ഇയറിൻ്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ ന്യൂ ഇയറും ഓരോ പുതിയ സംരംഭങ്ങളുടെ ആഘോഷമാക്കുക, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ നൂതന ആശയമാണ്. അത് തന്നെയാണ് നമ്മുടെ ആർഷഭാരതത്തിലും ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത് ഈ ഒരു തത്വപ്രകാരം തന്നെയായിരുന്നു. ഓരോ കൊയ്ത്ത് കഴിയുമ്പോഴും പുതിയ വിളവിറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മലയാള മാസം അങ്ങനെയാണ് ആചരിച്ചുകൊണ്ടിരുന്നത്, ചിങ്ങമാസം. ആർഷഭാരതത്തിൽ ഈ മുണ്ടകനും വിരിപ്പും എന്ന് രണ്ട് ഇനങ്ങളാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മുണ്ടകൻ കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചിങ്ങമാസമാണ്. ഒപ്പം തന്നെ അടുത്ത വിളവെടുക്കാനുള്ള ഒരു തുടക്കവും ആഘോഷമൊക്കെയാണ്. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ആഘോഷിക്കാൻ ഉള്ളത് തന്നെയാണ്. പിന്നെ സാർ ഇവിടെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്സിനോട് കോർത്തിണക്കി എന്തുകൊണ്ട് നമ്മൾ ഓരോ പ്രതിജ്ഞ എടുക്കുന്നു, എന്തുകൊണ്ട് അത് നിറവേറ്റാൻ പറ്റുന്നില്ല, അതെല്ലാം അദ്ദേഹം വളരെ വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു. അതുപോലെ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. അതിനേക്കാൾ ഉപരി തന്നെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ഒരു ഭാഗം കൂടിയാണ് എന്നൊരു ആശയം, മഹത്തായ ഒരു ആശയം കൊണ്ടുവന്നു. പുരാണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും അവരുടെ നന്മയാണ് മനുഷ്യന്റെ നന്മയും മനുഷ്യന്റെ മൈൻഡ്ഫുൾനെസ്സിനും വഴി ഒരുക്കുന്നത് എന്നുള്ളത് ശരി തന്നെയാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണണം എന്നാണ് ആർഷഭാരതം ഉദ്ഘോഷിക്കുന്നത്. ആ ഒരു ആശയം പറയാതെ പറയുന്നുണ്ട് ആന്റണി പുത്തമ്പുരക്കൽ സാറിവിടെ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം തന്നെ മനുഷ്യന്റെ സഹോദരങ്ങളാണ് എന്നാണ് പുരാണം പറയുന്നത്. അതായത് പുരാണത്തിൽ പറയുന്നത് ബ്രഹ്മാവിന്റെ മകൻ മരീചി, മരീചിയുടെ പുത്രൻ പ്രജാപതി. ഈ പ്രജാപതി ദക്ഷന്റെ 6 പെൺമക്കളെയാണ് വിവാഹം കഴിച്ചത്. അതിൽ നിന്നും അതായത് തിഥി, അതിഥി, മനു അങ്ങനെയുള്ള 6 പേരാണ് വിവാഹം കഴിച്ചത്. അതിൽ പറയുന്നുണ്ട്, ഈ തിഥി എന്ന് പറയുന്ന ആ ഭാര്യയിൽ നിന്നും പ്രജാപതിക്ക് ജനിച്ചവരാണ് ദേവന്മാർ. അതിഥി എന്ന ഭാര്യയിൽ ജനിച്ചവരാണ് ദാനവന്മാര്. അതിഥിയിൽ നിന്നും ദേവന്മാര്, അതേപോലെ അസുരന്മാര്. മനുവു എന്ന ഭാര്യയിൽ നിന്ന് ജനിച്ചവരാണ് മനുഷ്യരെന്നും. അടുത്ത ഭാര്യയിൽ നിന്നാണ് പക്ഷികൾ ജനിച്ചത്. മറ്റൊരു ഭാര്യയിൽ നിന്നാണ് മൃഗങ്ങൾ ജനിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രജാപതിയുടെ 6 ഭാര്യമാരിൽ നിന്നും ജനിച്ചവരാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും. അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യന് ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് ശരിയായ രീതി. അപ്പൊ ഇതെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും സാർ ഇവിടെ അവതരിപ്പിച്ചു. ഏറ്റവും നല്ല ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവരുടെ പേരിലും PCTയുടെ പേരിൽ സാറിൻ്റെ ഈ സംരംഭത്തിനും അതുപോലെ തന്നെ മഹത്തായ ക്ലാസ്സിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ, ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും PCTയുടെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു രാജേന്ദ്ര സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമ്മളുടെ പുതുവർഷത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഉതകുന്ന മനോഹരമായ ഒരു ക്ലാസ്. ഷീലമ പറയൂ. സാറേ, ഗുഡ് ഈവനിങ്. സാറിന്റെ ക്ലാസ്
കേട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സിനേക്കാളും മഹത്തരം ഈ ക്ലാസ് എന്ന് ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്. ഇതില് പിന്നെ സാറേ നെർവസ് സിസ്റ്റത്തിന് നമ്മൾ ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഈ നെർവസ് സിസ്റ്റം, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ല, ഡൗട്ട് പറയുന്നോട്ടെ സാറേ. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ജീൻ വഴി നമുക്ക് എത്രയെങ്കിലും ആൻസിസ്റ്റേഴ്സിൽ നിന്ന് വന്നതാണെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈ ഇതില് മാറ്റം വരുത്താനും സാറ് പറഞ്ഞു ഇതില്. അപ്പൊ എങ്ങനെയാണിത് മാറ്റം വരുത്താൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് 2-3 എക്സസൈസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷെ അതിലൂടെ നമുക്ക് എത്രത്തോളം നമുക്ക് അതില് പിന്നെ മാറ്റം വരുത്താൻ പറ്റും? കാരണം ഈ ഇത്രയും തലമുറകൾ കടന്നു വന്ന നമ്മൾ ഈ ഒരു ജന്മത്തിൽ നമുക്ക് വിചാരിക്കുന്ന മാറ്റം വരുത്തി നല്ലൊരു രീതിയിലേക്ക് വിചാരിക്കുന്ന രീതിയിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് എനിക്കിവിടെ ഉണ്ടായൊരു ഡൗട്ട്. ഓക്കെ, കഴിഞ്ഞോ? അതായത് ചോദ്യം കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞു. തീർച്ചയായിട്ടും മാറ്റം വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന് എല്ലാത്തിനും ഒരു 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 ഫങ്ഷൻ ഉണ്ട് പ്രത്യേകമായിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എടുക്കുക. അപ്പൊ ആ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? നമ്മുടെ ബോഡിക്ക് തരുന്ന, അല്ലെങ്കിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ബ്രെയിനോട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയോട്, നമ്മുടെ ഈ ഹോൾ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ അറിയിക്കണം ഐ ആം സേഫ് എന്നുള്ള അത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുന്നത്, അതുപോലെ ആ ഒരു മാറ്റം വരുന്നതിനോടൊപ്പം തന്നെ മറ്റു നെർവസ് സിസ്റ്റങ്ങളെല്ലാം അത് ബാധിക്കും. നമ്മൾ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിന്റെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്, ഞാൻ സേഫ് ആണ് എന്നുള്ള ആ ഒരു മോഡിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞാൽ, അതായത് ഈ നെർവസ് സിസ്റ്റത്തിന്റെ മാറ്റം വരുന്നാൽ അതെങ്ങനെ ഇപ്പം എന്നെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആ ലൈഫിൽ നമ്മുടെ ശരീരത്തിന്റെ ആ വെൽ ബീയിങ്ങിൽ ഇതെല്ലാം മാറ്റം വരും. മറ്റൊരു മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കുന്നത് ബോധപൂർവം നമ്മളുടെ ഇപ്പൊ കുട്ടികളെ, അതായത് ഒരു യുവാവും യുവതിയും അവർക്ക് കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയത്ത് അവര് തീർച്ചയായിട്ടും അവരിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികളിൽ ഇത് ശരിക്കും റീറൈറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു മാതാവിന്റെയും പിതാവിന്റെയും അല്ലെങ്കിൽ അവരുടെ ആ സംഗമത്തിനു മുൻപും അവർ വേണ്ട വിധത്തിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മാനസികം, വൈകാരികം, അതുപോലെ ശാരീരികമായിട്ടുള്ള ആ ഒരു മാറ്റത്തിനെ കുറിച്ചും അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള ആ ഒരു വളരെ അഗാധമായ ഒരു അവയർനെസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ജനിക്കുന്ന ആ കുട്ടികളിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം വരും. ഇപ്പൊ അത് നമ്മളത് ഇപ്പം MB മൈൻഡ്ഫുൾ ബേസ്ഡ് പ്രഗ്നൻസിയെ കുറിച്ചൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, നാട്ടിൽ എന്തായാലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജനനങ്ങള് ഒട്ടും തന്നെ തയ്യാറെടുപ്പില്ലാത്ത ഒരു രീതിയിലാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള നമ്മളുടെ ഈ സ്വഭാവങ്ങൾ, മനുഷ്യ സമൂഹത്തിന്റെ സ്വഭാവങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കും. കാരണം അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണ്. അതിനുള്ള ആ അവയർനെസ് നമ്മളുടെ യങ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അതെ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളത് കൊടുത്ത് അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥതകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ പേരന്റിങ്ങിന്റെയും കൂടി ഒരു ഭാഗമാണ്. അപ്പം മൈൻഡ്ഫുൾ പേരന്റിങ് എന്ന് ആരംഭിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോഴോ അല്ല. അതിനൊക്കെ മുൻപ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മൈൻഡ്ഫുൾ പേരന്റിങ് തുടങ്ങണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് റീറൈറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് റാഡിക്കലായിട്ടുള്ള ഒരു റീറൈറ്റിംഗ് അല്ല, പക്ഷെ ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൽ കുറെ കൂടി നല്ല ഒരു രീതിയിലുള്ള ഒരു പേരന്റിങ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഓക്കെ, ആരോ കൈ ഉയർത്തിയിട്ടുണ്ട്, ചോദ്യം പ്ലീസ്. ഓക്കെ, വേറെ ഇനി ജോൺ എബ്രഹാം സാർ പറയുന്നു എന്തെങ്കിലും? റോയ് സാർ.
മാർട്ടിൻ ജോസഫ് ജോൺ സാർ ഉണ്ടോ? ലതാമോൾ മാം, നിഷ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാനുണ്ടെങ്കിൽ പറയാം. യെസ്, ആരോ ജോസഫ് ഹാൻഡ് റൈസ് സാർ. ചെയ്തായിരുന്നു. അത് ഞാൻ ഓഫ് ചെയ്ത സാറേ, ഞാൻ ചെയ്തു. ജോസഫ് ജോൺ സാർ പറയും. ആ താങ്ക് യു ആന്റണി സാർ. വളരെ ഉപകാരപ്രദമായി ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയൊരു റിഫ്രഷിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതെന്ന് പറയുകയാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് എൻ്റെ ശാരീരികമായിട്ട് ഇച്ചിരി അസ്വസ്ഥതയിലായിരുന്നു, പക്ഷെ അത് കുറഞ്ഞു വരുന്നു. ആ സമയത്ത് തന്നെ ഇത് കിട്ടിയത് എന്തുകൊണ്ടും ഉപകാരപ്രദമായി. നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ക്ലാസ്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒത്തിരി റെസൊല്യൂഷൻസ് എല്ലാവരും ഓരോ വർഷവും നമ്മളൊക്കെ തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും, എടുത്തു കളഞ്ഞു പോകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെങ്കിലും നിലനിർത്താൻ പറ്റാഞ്ഞതിൻ്റെ കാരണം ഇന്ന് ബോധ്യമായി. നമ്മൾ റെസൊല്യൂഷൻ എടുക്കുന്നത് മറ്റ് പുറമേയുള്ള സ്വാധീനത്തിനെ കണ്ടാണ്. നമ്മളോട് തന്നെ അംഗീകാരം വാങ്ങുന്നില്ല, നമ്മുടെ അക്സെപ്റ്റൻസ് വാങ്ങുന്നില്ല. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറായ നമ്മുടെ ബോഡിയുടെ അക്സെപ്റ്റൻസ് ഇല്ലാതെയാണ് ഓരോന്നും ചെയ്തത്. ബോഡി എന്ന് പറയുമ്പോൾ എത്രയോ സിസ്റ്റംസാണ് വർക്ക് ചെയ്യുന്നത്. അതുമായിട്ട് റീകൺസൈൽ ചെയ്യുന്ന റെസൊല്യൂഷൻസ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കാതെ എടുത്ത റെസൊല്യൂഷൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പലതും നമ്മൾ വിട്ടുകളയുകയാണ്. അല്ലേ, റെസൊല്യൂഷൻസ് നമ്മളതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാത്തതിൻ്റെ കാരണം നമ്മൾ ശരിക്കും ഇവിടെ മാനേജ് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുക. നമ്മുടെ ഡിസയറും അതുപോലെ തന്നെ നമ്മുടെ ബോഡി കണ്ടീഷനും നമ്മുടെ സിസ്റ്റംസും തമ്മിലൊരു പാരസ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ മെഡിറ്റേഷൻ അതിനെക്കുറിച്ച് സാറ് പറഞ്ഞു, അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാം മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അത് സംഭവിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ഈവൻ ബ്രീത്തിങ് അല്ലേ, അതുപോലെ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അതിന് മാറ്റങ്ങളുണ്ടാകും. വാക്കിംഗ് വിത്ത് മെഡിറ്റേഷൻ സാർ പറഞ്ഞു, പുതിയ അറിവുകളാണ്. നമ്മൾ ഒരു അവെയറായിട്ടോടുകൂടി തന്നെ നടക്കുക അല്ലേ, അതൊക്കെ ഒത്തിരി ഉപകാരം ചെയ്യുന്ന അറിവുകളാണ് സാർ തന്നത്. ഇതൊരു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അങ്ങ് വളരെ പരിണതപ്രജ്ഞനാണ് ഈ മേഖലയിൽ നിന്നറിയാം. അതുകൊണ്ട് വളരെ നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കാനായിട്ട് ഈ ക്ലാസ് സഹായിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ജോസഫ് സാർ. ജോഡബ്രാൻ സാർ ഉണ്ടോ? ലതാമോൾ മാം, റോയ് സാർ, ആർക്കെങ്കിലും ആർക്കുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെയ്യാം. സോ ആന്റണി, റോയ് സാർ പറയും. ഇന്റൻഷനും റെസൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം സാർ പറഞ്ഞു തന്നപ്പോഴേ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി സ്വീകരിക്കുകയും അതിലൂടെ വിത്തൗട്ട് ജഡ്ജ്മെന്റിൽ നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നത് എടുക്കുക എന്നൊക്കെ പറഞ്ഞത് വളരെ ഇതായിട്ട് എനിക്ക് തോന്നി. അത് തന്നെയല്ല, പലരും മാറാൻ ഉദ്ദേശിക്കുന്ന പലരും നമ്മളെ കുറിച്ച് പറഞ്ഞതും വിമർശിച്ചതുമായ കാര്യങ്ങൾ കേട്ടിട്ടാണ്. അതല്ലാണ്ട് നമ്മുടെ ഇന്നർ സിസ്റ്റം, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം, അഥവാ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭാഗം അല്ല എന്ന് സാറ് കാണിച്ചു തന്നത് തന്നെ വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, ന്യൂ ഇയറിന് നല്ലൊരു എവരി മോർണിംഗ് ഈസ് എ ന്യൂ ഇയർ സാർ പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് ഉൾക്കൊള്ളുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു റോയ് സാർ. ഓക്കെ, ഷെയർ ചെയ്യാൻ പറയാം. പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈവൻ ദോ ദേർ ഇസ് നോ ന്യൂ ഇയർ. താങ്ക് യു സർ, താങ്ക് യു. സാറിനെ കാണാൻ പറ്റിയത്, സാറിനെ കാണാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ സാർ? സാർ റോയ് സാർ. നിഷ എന്താ പറയുന്നത്? നിഷ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ആവുന്നില്ലേ? കേൾക്കാമോ സാറേ? കേൾക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ഈ സാബു കേരളത്തിലൊരു ലൈവ്
പരിപാടിക്ക് ആക്ച്വലി ജോയിൻ ചെയ്തത്. ഇന്നാണ് അറ്റൻഡ് ചെയ്തത്. ഇത് അറ്റൻഡ് ചെയ്ത് കാമണിക്കൂർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്, തുടങ്ങിയതിന് ശേഷമാണ് ജോയിൻ ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിതിപ്പോ ഇങ്ങനെ യൂട്യൂബിൽ ചെക്ക് ചെയ്യായിരുന്നു, ഇത് ആരാണ് ഈ ആന്റണി സാർ എന്നുള്ളതൊക്കെ. നല്ലൊരു അത്ര ടച്ചിങ് ക്ലാസ് ആയിരുന്നു. ഇതുപോലെ എന്തുമാത്രം കേൾക്കാനിരിക്കുന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു. ഇനി ഈ ഒരു ന്യൂ ഇയറില് എന്നുവെച്ചാ സാർ പറഞ്ഞ പോലെ എവരി ഡേ എവരി മൊമെന്റ് നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പം ഇതൊരു എക്സാക്ട് 2025 അവസാനിക്കുമ്പോഴും 2026 ആരംഭിക്കുമ്പോഴും ഉള്ളൊരു ആപ്റ്റായ ഒരു ക്ലാസ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ താങ്ക്ഫുൾ അശ്വതി സാറേ. ആന്റണി സാറിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ ഏകദേശം 180-ലധികം മൈൻഡ്ഫുൾനെസ്സിന്റെ ക്ലാസ് നമ്മളുടെ പാരന്റ് ഓർഗനൈസേഷനായ മാറ്റ്നി ഫ്രീ വെബിനാറിലൂടെ ചെയ്തിട്ടുണ്ട്. PCTയുടെ ഭാഗമായിട്ട് 2ാമത്തെ ക്ലാസ്സാണ് മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഈ ലിങ്കിൽ കയറിയാൽ മതി. എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് പ്രോഗ്രാം ഉണ്ട്. ഞാനിങ്ങനെ സാബു കേരളം ഇത് ഞാൻ ഒരിക്കൽ ഇപ്പം ഞാൻ ന്യൂ ആയിട്ട് ഇവിടേക്ക് വന്നതാണ്. അപ്പം ഇപ്പൊ UK-ലാ. അപ്പം കുറച്ച് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത്, ഞാൻ ഏതോ ഒരു ചാനലിൽ ഞാൻ പിന്നെ 2 വർഷം മുന്നേ ജോയിൻ ചെയ്തല്ലോ. അപ്പൊ ഞാൻ ഓർത്തെടുക്കുമായിരുന്നു ഇത് ഏതായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സാബു കേരളം ഉണ്ടല്ലോ, ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തപ്പോഴാണ് സാറിന്റെ ക്ലാസ് കണ്ടത്. താങ്ക് യു. ഓക്കെ, എന്റെ ഡോക്ടർ സാബു കേരളം എന്നുള്ള യൂട്യൂബ് ചാനൽ കൂടെ നോക്കിയാൽ മതി. ഇഷ്ടംപോലെ ക്ലാസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. നാട്ടിലെവിടെയാണ്? കണ്ണൂര്. കണ്ണൂർ. ഓക്കെ, എന്റെ നമ്പറും ഉണ്ട്, നമ്മുടെ ലിങ്കിൽ തന്നെ നമ്പറും ഉണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്യാം. ജോൺ അബ്രഹാം സാർ ഒന്ന് പറയും. ജോൺ അബ്രഹാം സാർ. ജോൺ അബ്രഹാം സാർ നമ്മുടെ തുടക്കകാലത്ത് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. ഓക്കെ, സാർ പറയും. അല്പം താമസിച്ചാണ് ഇതിൽ കയറാൻ പറ്റിയത്. ഞാനിപ്പോ പലപ്പോഴും വരാത്തത് എന്റെ സമയവും ഈ സമയവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ്. അല്ലെ ഇടയ്ക്കൊക്കെ വന്നേനെ തീർച്ചയായിട്ടും. ഇന്നിപ്പോ വളരെ യാദൃശ്യമായിട്ടാണ് കയറാൻ പറ്റിയത്. പക്ഷെ എനിക്ക് 5 മണി കഴിഞ്ഞേ കയറാൻ പറ്റുള്ളൂ. കേട്ടിടത്തോളം നല്ല അനുഭവമായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും പറയുന്നതാണ്, ഓരോ ദിവസവും നമ്മൾ പുതിയ ജീവിയായിട്ട് മാറുക, ഒരു പുതിയ ആളായിട്ട് മാറണം ഓരോ ദിവസവും. ഒരു വർഷം എന്നുള്ളതല്ല, നമുക്ക് ദൈവം തരുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് രാത്രി നേരം വെളുപ്പിച്ച് നമുക്ക് എഴുന്നേക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ക്ലാസ് വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ആദ്യം ഒന്ന് കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മറ്റൊന്നും പറയാനില്ല സാറേ. റെക്കോർഡിംഗ് ഇട്ടേക്കാം, സാർ കേട്ടാൽ മതി. സാർ കേട്ടോളൂ, റെക്കോർഡിംഗ് ഇടും. ചാനൽ നോക്കിയാൽ മതി, യൂട്യൂബിൽ നോക്കിയാൽ മതി. ഓക്കെ സാർ, താങ്ക് യു. സോ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ PCTയുടെ ഭാഗമായിട്ട് അല്ലേ? ജോസഫ് സാർ, ഒരു ഹാപ്പി ന്യൂ ഇയർ കൊടുക്കുമല്ലോ. അതെ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അല്ലേ? ഈ ലോകത്തിലെ കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ശ്രദ്ധ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സാറിൻ്റെ ഈ വിഷയത്തിന് വളരെ പ്രസക്തിയുണ്ട്. പിന്നെ രാജേന്ദ്രൻ സാർ പറഞ്ഞ ആ ഒരു പ്രജാപതിയുടെ 6 ഭാര്യ, അതൊരു പുതിയ അറിവായിരുന്നു. എല്ലാ ജീവജാലങ്ങളും മനുഷ്യന്റെ സഹജീവികൾ അല്ലെ, സഹോദരന്മാരെന്ന് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു, സഹജീവികളാണ് എന്നുള്ളതിനൊരു ബോധബലകമായിട്ടുള്ള കഥയായിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിനും പ്രത്യേകം രാജേന്ദ്രൻ സാറിനും നന്ദി പറയുന്നു. ഏതായാലും നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള റെസൊല്യൂഷൻസ്, പ്രത്യേകിച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റെസൊല്യൂഷൻസിന്റെ ക്വാളിറ്റി മാറണം. അപ്പോൾ അങ്ങനെയുള്ള റെസൊല്യൂഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്ലാസ്സിനെ ആന്റണി സാറിനെയൊക്കെ ഓർത്ത് നമ്മൾ ഇന്ന് ആർജിച്ച അറിവുണ്ടല്ലോ, അതും കൂടെ ഉപയോഗിച്ച് എടുക്കുമ്പോൾ നല്ലൊരു പുതുവർഷം നമുക്ക് മുന്നോട്ട് തുഴഞ്ഞു പോകാൻ സാധിക്കും എന്നുള്ള എനിക്ക് ഉറപ്പാണ്. തീർച്ചയായും എല്ലാ
പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഹാപ്പി ന്യൂ ഇയർ, വണ്ടർഫുൾ ഇയർ, വണ്ടർഫുൾ ഇയേഴ്സ് അഹെഡ് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാബു സാർ. ഓക്കെ സാർ. അപ്പോൾ ആന്റണി സാർ, താങ്ക് യു വെരി മച്ച് തന്ന ഈ Thank you. താങ്ക് യു മെസ്സേജിന്. സാർ. താങ്ക് യു. Thank you. താങ്ക് യു. And have a nice Thank you. evening. And a happy Thank new you. year to you all. ഹാപ്പി Okay. ന്യൂ ഇയർ ഓൾ. Okay. Bye. 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 ഓക്കെ, Bye. താങ്ക് യു സാർ. താങ്ക് യു. അപ്പോൾ ഇത് വൈകുന്നേരം നമ്മുടെ ശ്രീനിവാസിന്റെ ഓർമ്മയാണ് കേട്ടോ, വൈകുന്നേരം ഈവനിങ് 7 മണിക്ക്. ഓക്കെ സാർ. ഓക്കെ. സെയിം ലിങ്കിൽ കയറിയാൽ മതി. നിഷ്ഠമാം കയറണമെങ്കിൽ, പാട്ടൊക്കെ Yeah. പാടാമെങ്കിൽ കയറി. ഓക്കെ, Thank you. അവിടെ വന്നാൽ See you പാടും, and good night. അറിയാതെ പാടും, Thank you, sir. എല്ലാവരും പാടും. Thank you. ഓക്കെ ആന്റണി സാർ, താങ്ക് യു. ബൈ, Okay. സി യു. Okay then. Yeah. Okay. Bye. സാറേ നമുക്കൊരു ബോധോദയം കിട്ടി. പിന്നെ ബുദ്ധന് ബോധോദയം കിട്ടിയതുപോലെ ഒന്നും പുതിയതായിട്ട് എടുക്കണ്ട, ഉള്ളതിനെ ഒന്ന് നന്നാക്കി കൊണ്ടുപോകാൻ ഉള്ള ഒരു ഉപദേശം തന്നതിന് നന്ദി സാറേ. അക്സെപ്റ്റ് Thank you. ചെയ്യുന്നു, എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സാർ. Thank you. ഓക്കെ സാർ, Okay. Bye. താങ്ക് യു. ബൈ, സി യു. Bye.